ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ എസ് ദേവനന്ദൻ. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 മെയ് മാസ ഫലമാണ്. അപ്പൊ ഈ 2024 മെയ് മാസത്തിന് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും അഥവാ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത്, ഇത്ര നാൾ അവർ ജീവിച്ചിരുന്ന കാലങ്ങളിൽ നിന്ന് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്, പാഷൻ, കരിയർ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബം, വിദ്യാർത്ഥികൾക്ക് തുടങ്ങിയ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണേ ഈ ഒരു മെയ് മാസ ഫലമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത്. അപ്പം മാക്സിമം ചുരുക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് വീഡിയോ കാണുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധികം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് അധികം താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇടക്കൂറുകാരുടെ ഫലം നോക്കുകയാണെങ്കിൽ ഈ ഒരു മെയ് മാസം 1 മുതൽ 31 വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് എന്നാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പൊ പൊതുവെ തൊഴിൽ സംബന്ധമായിട്ട് നോക്കുക, അല്ലെങ്കിൽ പ്രൊഫഷൻ, അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമൊക്കെ ആക്കി നോക്കുകയാണെങ്കിൽ പൊതുവെ വലിയ കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു സാഹചര്യമായിരിക്കും. പുതിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് പൊതുവെ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചിന്താഗതിയിൽ ചില ടെൻഷൻ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ വന്നാൽ പോലും നമ്മുടെ തൊഴിൽ നമ്മളൊന്ന് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് തൊഴിൽ ഒരു പുരോഗതിയിലേക്കൊക്കെ എത്താൻ സാധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും മെയ് മാസം എന്ന് പറയുക. ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫൊക്കെ നോക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ഒരു ഐക്യം, സന്തോഷമൊക്കെ നിലനിൽക്കാൻ പറ്റുന്ന സമയം തന്നെയാണ്. പങ്കാളി എന്ത് വേണമെന്ന് അല്ലെങ്കിൽ ആ പങ്കാളിയുടെ മനസ്സറിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഒരുങ്ങി വരാൻ സാധ്യത കൂടുതലാണ്. പങ്കാളിയും തനിക്ക് എന്താണ് വേണ്ടത് എന്നൊരു ചിന്ത മനസ്സിൽ വെച്ച് പുലർത്താനും അതനുസരിച്ച് പെരുമാറാനൊക്കെ അനുകൂലമായ ഒരു സാഹചര്യം ഒരുങ്ങി വരും. അതുപോലെ തന്നെ വിവാഹം കഴിക്കാതെ വളരെ കാലമായിട്ട് വിവാഹം കഴിക്കാതെ നടക്കുകയാണ്. വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിക്കുന്നില്ല, നാട്ടുകാർ പറഞ്ഞു വിവാഹം കഴിക്കുന്നില്ല, ഇവരോടൊക്കെ ഒന്ന് പറഞ്ഞാൽ ഈ ഒരു മാസത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്ന് അനുകൂലമായി വരാനും. അതേപോലെ തന്നെ ഇവർ പലരോടും പറഞ്ഞു എനിക്ക് വിവാഹം കഴിക്കാനായി, അതല്ലെങ്കിൽ ഒരു പ്രണയമുണ്ട്, അത് വീട്ടിൽ അവതരിപ്പിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തെളിഞ്ഞു കിട്ടാനും വിവാഹം നടക്കാനൊക്കെ യോഗമുള്ള സമയം തന്നെയാണ് ഈ ഒരു മെയ് മാസം എന്ന് പറയുന്നത് മേടരാശിക്കാർക്ക്. അതേപോലെ തന്നെ വളരെ കാലമായിട്ട് ഒരു കൊച്ചിന്റെ പുറകെ നടക്കുവാണ്, അല്ലെങ്കിൽ ചെക്കന്റെ പുറകെ നടക്കുവാണ്, ഒരു പ്രണയ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളൊന്ന് പോയി പറയുകയാണെങ്കിൽ കൂടുതലും അക്സെപ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ. അപ്പം നമുക്ക് ഇത് 1 അല്ല 2 ഗുണം എന്ന് പറയുന്നത്. 1 എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം ലഭിക്കും. 2 എന്ന് പറയുന്നത് ഇത് റിജക്റ്റ് ആയാൽ നമുക്ക് ദുഃഖം വരും, അതൊരു സത്യമാണ്. എന്നാൽ പോലും ആ ദുഃഖത്തിനപ്പുറം നമുക്ക് വീണ്ടും ആ ഒരു കൊച്ചിനെ അല്ലെങ്കിൽ ആ കുട്ടീനെ തന്നെ ചിന്തിച്ച് നടക്കേണ്ട സമയം നമുക്ക് ലാഭം കിട്ടുകയും നമുക്ക് ഒന്നെങ്കിൽ മറ്റൊരു കുട്ടിയെ നോക്കുകയാണോ അല്ലെങ്കിൽ നമ്മുടെ കരിയർ, ലൈഫ്, ഗോള് അതൊക്കെ നോക്കി കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം നമ്മുടെ ഒരു ഡിസ്ട്രാക്ഷൻ എന്ത് ചെയ്യും അവിടെ നിന്ന് മാറിക്കിട്ടും. ഇനി അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഗോളിൽ ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോവുക, എന്നിട്ട് ഗോൾ അച്ചീവ് ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, പോയി പ്രണയം പറയുക. ഓക്കെ, അങ്ങനെയും ചെയ്യാം. പക്ഷെ ഏറ്റവും നല്ല ഞാൻ പറഞ്ഞാൽ മറ്റേതായിരിക്കും. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക, നിങ്ങൾക്ക് ഒരു എസ് അല്ലെങ്കിൽ ഒരു നോ. ഓക്കെ, അപ്പൊ അത് മനസ്സെടുത്ത് ദൃഢപ്പെടുത്തി മുന്നോട്ട് പോവുക. നോ പറയും എന്നോ തന്നെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ ചെന്നൊരു എസ് പറഞ്ഞു കിട്ടിയ സന്തോഷമായില്ലേ? കൂടുതൽ പോസിബിലിറ്റി എസ് പറയാനാണ് കേട്ടോ. എന്നോടത്ത് കണ്ട എല്ലാവരോടും പോയി പ്രണയാഭ്യർത്ഥന നടത്തി എല്ലാവരും എസ് പറയണം, എല്ലാവരും നോ. അങ്ങനെയല്ല ഉദ്ദേശം. നമ്മുടെ എന്താണ് ആത്മാർത്ഥമായ ഒരു പ്രണയം വിജയിക്കാനുള്ള യോഗമുണ്ട്. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ വിദ്യാർത്ഥികളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ വിദ്യയ്ക്കൊക്കെ ഗുണസംബന്ധമായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. പഠനം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനൊരു അനുകൂലമായ സാഹചര്യമൊക്കെ ഒരുങ്ങി വരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ലോൺ എടുക്കണമെങ്കിൽ അതിനുള്ള യോഗങ്ങളൊക്കെ കിട്ടും. അതേപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ അനുകൂലമായ സമയമാണ്. മത്സര പരീക്ഷകളൊക്കെ എഴുതാൻ പോകുന്നവർക്ക് ഒരു അനുകൂല സമയമായിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കുമ്പോൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ആരോഗ്യ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. ഓക്കെ, പഠനം ആരോഗ്യം മാറ്റിവെച്ച പഠനം എന്നൊരു ഫോക്കസ് വേണ്ട. രണ്ടും എന്ത് ചെയ്യുക, ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് മെയ് മാസത്തില് അല്ലെങ്കിൽ ഒരു മേടരാശിക്കാർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ചൂട് പൊതുവെ കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്.
സോ ഇവർക്ക് നേത്ര സംബന്ധമായുള്ള പ്രശ്നങ്ങൾക്ക് ഒരു സാധ്യത കൂടുതലാണ്. കണ്ണിന് പുകച്ചില, കണ്ണിനൊരു ചൂട് ഒക്കെ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ്. നമുക്ക് അമിതമായ ടെൻഷനൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കണ്ണൊക്കെ അമിതമായ ഒരു ഉഷ്ണം തോന്നാനും മനസ്സിനൊരു ചെറിയ തരത്തിലൊരു ദുഃഖമൊക്കെ വരാനും സാധ്യത കൂടുതലാണ്. എന്നിരിക്കലും പൊതുവെ മനസ്സന്തോഷമൊക്കെ ലഭിക്കും. ആ ടെൻഷൻ, ഓവർ തിങ്കിങ് ഒക്കെ ഒന്ന് കുറയ്ക്കുന്ന ഉത്തമമായിരിക്കും. ശുഭകാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നു തന്നെ വരും കേട്ടോ. ഇത്രയൊക്കെയാണ് മേടരാശിക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ ഇടവരാശി അല്ലെങ്കിൽ ഇടവക്കൂറ് എന്ന് പറയുന്നത് കാർത്തിക, മുക്കാളി, രോഹിണി, മകേരം ആരാണ് അടങ്ങുന്നതാണ് ഇടവരാശി എന്ന് പറയുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഈ മെയ് മാസം എങ്ങനെയുണ്ടായിരുന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പൊതുവേ നല്ലതാണ് അല്ലെങ്കിൽ ദോഷമാണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇവർക്ക് ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് അനുഭവത്തിൽ വരിക. ഇപ്പം വ്യാഴം നോക്കുകയാണെങ്കിൽ ജന്മത്തിലേക്കാണ് വ്യാഴം വരുന്നത് അല്ലെ. ഇടവരാശിയിലാണ് മെയ് 1-ാം തീയതി വ്യാഴം വരുന്നത്. പക്ഷെ എന്നിരുന്നാലും മറ്റുള്ള ഗ്രഹങ്ങളുടെ കാര്യങ്ങളിലൂടെയൊക്കെ നോക്കുമ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു സമ്മിശ്ര ഫലത്തിലേക്ക് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. വലിയ കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോകാം. തൊഴിൽ സംബന്ധമാക്കി നോക്കുകയാണെങ്കിൽ കുറച്ച് ടെൻഷനുകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. തൊഴിലിനൊരു ഭാരം കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തൊഴിലിൽ നമ്മുടെ ശ്രദ്ധ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ തൊഴിൽ ചില തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായി വന്നേക്കാം. അപ്പൊ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ചെലവുകളൊക്കെ വർദ്ധിക്കാൻ ചാൻസ് കൂടുതലൊരു മാസം തന്നെയാണ് ഈ മെയ് മാസം എന്ന് പറയുന്നത്. അപ്പൊ ആ ചെലവുകളൊന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ഉത്തമമാണ്. വരവ് ചെലവ് കണക്കുകൾ കൃത്യമായ പങ്കാളിയെ അറിയിക്കുന്നത് ഉത്തമമായിരിക്കും. പങ്കാളി എന്ന് പറയുന്ന പിന്നെ ബിസിനസ്സിലായാലും ബിസിനസ് പങ്കാളിയായാലും അതല്ല നമ്മുടെ ജീവിത പങ്കാളിയായാലും അവരോട് നമ്മൾ പങ്കുവെക്കുന്ന ഉത്തമമായിരിക്കും. കാരണം നമ്മുടെ ആ ഒരു വരവ് ചെലവിൽ ഒരു കൺട്രോളൊക്കെ വരുന്നത് കുറച്ചുകൂടി ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും. കാരണം അധികമായിട്ട് ചെലവ് വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഭൂമി വാങ്ങാനൊക്കെ നല്ല യോഗമുള്ള സമയമാണ്. അതിനുവേണ്ടി ലോൺ എടുക്കാൻ ശ്രമിച്ചാലും ലഭിക്കുക തന്നെ ചെയ്യും. സോ നമ്മൾ പറഞ്ഞ ചെലവുകൾ കൂടും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ വാഹന യോഗം നമുക്ക് പറയാൻ സമയമാണ്, ഭവന യോഗം പറയാൻ സമയമാണ്. പക്ഷെ ഇതൊക്കെ എന്താണ് നമുക്ക് ലോൺ എടുത്ത് പറഞ്ഞ ചെറിയൊരു ലോണൊക്കെ എടുത്ത് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. കാരണം ചെലവ് കൂടുമ്പോൾ നമുക്ക് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ വരുമല്ലോ. ഓക്കെ, ഒരു ചെലവ് വരുമ്പോൾ ഇത് പൂർണ്ണമായി അൺവാണ്ടഡ് തിങ്സിലേക്കാണ് നിങ്ങളുടെ ചെലവ് നമുക്ക് പറയാൻ പറ്റില്ല. പൊതുവേ നല്ല കാര്യത്തിലേക്കൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു ചെലവ് തന്നെയായിരിക്കും ഇടവരാശിക്കാർക്ക് വരിക. അതുപോലെ തന്നെ തൊഴിലിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണോ അത് തന്നെ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. തൊഴിലായാലും പ്രൊഫഷണലായാലും ഇപ്പൊ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഈ മെയ് മാസത്തിൽ കണ്ടിന്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതല്ലാതെ അടുത്ത ഒരു മാറ്റിയാലോ എടുത്ത ഒരു ചാട്ടം ഇപ്പൊ ഓടി വേണ്ട. ഇപ്പൊ അതെന്താണോ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ തന്നെ പിടിച്ച് നിൽക്കാൻ തന്നെ ശ്രമിക്കുക. മുമ്പോട്ട് അത് വെച്ച് തന്നെ പോവുക കേട്ടോ. ബിസിനസ് കാര്യത്തിലായാലും ഒരു വലിയ പുരോഗതിയോ വലിയ താഴ്ചയോ പ്രതീക്ഷിക്കേണ്ട. ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അന്നന്ന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുക. അന്നത് ബിസിനസ് നോക്കി നടത്തി പോവാൻ മുന്നോട്ട്. അതല്ലാതെ വലിയ രീതിയിൽ ബിസിനസ് ഞാൻ വിജയിപ്പിക്കും, അല്ല ബിസിനസ്സിന് ഞാൻ കോടികൾ വിറ്റുവരവ് ഉണ്ടാക്കും, ഇങ്ങനെ രീതിയിൽ പഴയ പോയി ലോൺ എടുക്കുന്നു, ഇന്ന ഒരു 10 കോടി രൂപ കിട്ടി എനിക്ക് 100 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റും, 1 കോടി രൂപ കിട്ടി ഞാൻ 100 കോടി രൂപ ഉണ്ടാക്കും. ഈ ഒരു ചിന്താഗതിയൊക്കെ നല്ലതാണ്. ബട്ട് ഈ ടൈമില് നിങ്ങളുടെ ചിന്തകളിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ബിസിനസ് കാര്യങ്ങളിൽ ചില വീഴ്ചകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ പറഞ്ഞേ മെയിൻറ്റെയിൻ ചെയ്തു ബിസിനസ് ഇപ്പൊ എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെ തള്ളിവിടുക ഈ ഒരു മെയ് മാസം എന്ന് പറയുന്നത്. പിന്നെ പങ്കാളി ഇപ്പൊ ഒരു പാർട്ണർഷിപ്പിലൊക്കെ നടത്തുന്ന ബിസിനസ് ആണെങ്കിൽ പങ്കാളിയുടെ ടൈമും കൂടി നോക്കുക. പങ്കാളിക്ക് അനുകൂലമാണോ, പങ്കാളി ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് അനുകൂലമായിട്ടുള്ള ടൈമാണോ, ഇതൊക്കെ ഒന്ന് നോക്കുക. നമ്മുടെ കുടുംബത്തിൽ തന്നെയായാലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി നോക്കുക. കാരണം നമുക്ക് കുഴപ്പമാണ്, മറ്റേ ബാക്കിയുള്ളവരെല്ലാം നല്ല പോസിറ്റീവായിട്ട് നിൽക്കണമെങ്കിൽ നമ്മുടെ ആ ഒരു ചെറിയൊരു ഡിമ്മിനെ എന്ത് ചെയ്യും, അവരങ്ങ് ബൂസ്റ്റ് ചെയ്ത് തള്ളി കയറ്റി തരും. ഓക്കെ, സോ അതും കൂടി ഒന്ന് നോക്കുക കേട്ടോ. ഇപ്പൊ ബിസിനസ് കാര്യങ്ങളിലൊക്കെ അതേപോലെ മേടിച്ചാൽ നമുക്ക് ഭവനത്തിനൊക്കെ ആയാലും ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയം തന്നെയാണ്. മനസ്സിനൊരു സന്തോഷങ്ങളൊക്കെ നിറഞ്ഞ അവസ്ഥയിലേക്ക് നമുക്ക് വരണം. മനസ്സിന് സന്തോഷമായ ചില കാര്യങ്ങൾ ഇപ്പൊ കുറെ നാളായി സിനിമയൊക്കെ കാണാൻ പോയിട്ട് കൂട്ടുകാരുടെ ഒത്ത് അല്ലെ ഫാമിലിക്കൊത്ത് ഒന്ന് പോവാൻ പറ്റിയ സമയമാണ്. ഒരു യാത്ര പോയിട്ട് കുറെ നാളായി ഒന്ന് പോവാൻ പറ്റിയ സമയമാണ്. ഒരു ട്രിപ്പൊക്കെ പോയിട്ട് കൂട്ടുകാരുടെ കൂടെ ട്രിപ്പ് പോയിട്ട് കുറെ നാളായി, അതിനൊക്കെ ഒരു അനുകൂലമായ സമയമാണ്. മനസ്സിന് സന്തോഷം നിറയുന്ന അവസ്ഥ നമുക്ക് പറയാവുന്നതാണ്. വിവാഹ കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിലും ഇപ്പൊ അനുകൂല സമയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുകൂല ടൈം തന്നെയാണ്.
വിവാഹം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ്. വിവാഹം നടത്താം. അതിന് കൃത്യമായ സമയമൊക്കെ നോക്കി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിവാഹം നടത്താം. അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെക്കാനൊക്കെ അനുകൂലമായ സമയമാണ് കേട്ടോ. പ്രണയ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു മാറ്റം വരുത്താനൊക്കെ സാധ്യത കൂടുതലായിട്ടുള്ള ടൈമാണ്. ഇപ്പൊ ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു പ്രണയം മുന്നോട്ട് പോവുകയാണ്, ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്, ശരിക്കും റിയാലിറ്റി നിങ്ങൾക്ക് ഇത് റിലേഷൻഷിപ്പ് ലവ് ആണോ പ്രണയമാണോ എന്ന് മനസ്സിലാക്കുക. നിങ്ങളിപ്പോ മുന്നോട്ട് പോകുന്നത്, ഇപ്പൊ നിങ്ങളൊരാളെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്കൊരു മറ്റുള്ള കുട്ടിയോട് എന്ത് ചെയ്യാം, ക്രഷ് തോന്നാം, അത് തെറ്റില്ല. പക്ഷെ താൻ ഇപ്പൊ പ്രണയിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടിയേക്കാളും അല്ലെങ്കിൽ ആ ഒരു ആളിനെയും കഴിഞ്ഞ് നല്ലത് മറ്റൊരാളായിരുന്നു, അല്ല ആ ആളുടെ ബോയ് ഫ്രണ്ട് അല്ല ഗേൾ ഫ്രണ്ട് ഭയങ്കര മിടുക്കിയാണെങ്കിൽ മിടുക്കണ, ആ ഒരു ചിന്തയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വന്നേക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ചിന്ത വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ശരിക്കും റിലേഷൻഷിപ്പ് ആണോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതൊരു നല്ല കാര്യമായിരിക്കും. പിന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നാൽ നിലനിർത്തി വിഷമിക്കൊന്നും വേണ്ട. ഈ ഒരു മെയ് മാസം കഴിഞ്ഞു പോട്ടെ. ഒത്തിരി പറഞ്ഞു മനസ്സിലാക്കാൻ നിങ്ങൾ പോകേണ്ട, കാരണം അതൊരു വഷളാവാൻ സാധ്യതയുണ്ട്. സോ മെയ് മാസം കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങാം കേട്ടോ. സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കും. അതേപോലെ തന്നെ നമുക്ക് എന്തൊരു കാര്യത്തിന് ഈസി ആയിട്ട് അപ്സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതിങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു പ്രണയത്തിന്റെ കാര്യമായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് എന്നൊരു അപ്സെറ്റ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി നമുക്ക് ഉണ്ടായിരിക്കണം. അത് ഉണ്ടാക്കി എന്ത് ചെയ്യണം, നമ്മൾ എടുക്കണം. ഓക്കെ, അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പങ്കാളികളുമായിട്ട് കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കുക. ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുക. നമ്മുടെ പങ്കാളിയുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുക. ഇപ്പം നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലൈഫിൽ നമ്മൾ പോകുമ്പോൾ കൂടുതൽ ബന്ധങ്ങളും ഡൈവേഴ്സൊക്കെ ആവാനും പ്രണയങ്ങളായാലും നഷ്ടപ്പെട്ടു പോകാനൊക്കെ കൂടുതൽ കാരണം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലത്തിന്റെ തന്നെയാണ്. സോ ആ കമ്മ്യൂണിക്കേഷൻ ഒന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രണയത്തിലായാലും നമ്മുടെ കുടുംബത്തിലായാലും നമുക്ക് കുറച്ചുകൂടി നല്ല സ്മൂത്ത് ആയിട്ട് നമ്മുടെ ലൈഫ് ഉണ്ടാകും. ചില കാര്യങ്ങൾക്ക് ചില തെറ്റിദ്ധാരണ കൊണ്ടാണ് സംഭവിക്കുന്നതാണേ. ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മുടെ പാർട്ണറിനെ. അല്ലാതെ എനിക്കല്ലാതെ നമ്മുടെ മനുഷ്യന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് വെച്ചാൽ എനിക്കറിയാം എന്നൊരു ചിന്താഗതി നമുക്കുണ്ടാവും. ആ ഒരു ചിന്താഗതി തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണവും, അല്ലേ? അപ്പം ആ ഒരു ചിന്താഗതി എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു മെയ് മാസത്തില് തൂത്തങ്ങ് മായ്ച്ച് പുറത്തേക്ക് അറിയുക. എന്നിട്ട് മനസ്സിലാവും, നമ്മുടെ പാർട്ണറെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പാർട്ണേഴ്സിന് എന്താണ് ഇപ്പൊ സിറ്റുവേഷൻ, എന്താണ് എന്നോട് ഇപ്പൊ നേരത്തെ പോലെ സംസാരിക്കുന്നില്ല, കാരണം എന്താണ്? ഓക്കെ, ഉടനെ പോകേണ്ടത് എന്റെ പങ്കാളിക്ക് വേറൊരു റിലേഷൻ ഉണ്ട്, അതുകൊണ്ടായിരിക്കും എന്നോട് സംസാരിക്കാൻ നേരം കിട്ടാത്തത്. അങ്ങനെ ചിന്താഗതി ആ ചിന്താഗതി മാറ്റി വെച്ചിട്ട് എന്റെ പാർട്ണേഴ്സ് അല്ലെങ്കിൽ എന്റെ പങ്കാളിക്ക് എന്തെങ്കിലും പ്രശ്നം കാണും, അതുകൊണ്ടായിരിക്കും എന്നാ നമുക്ക് ചോദിക്കാം. പോയി അപ്രോച്ച് ചെയ്ത് നോക്കുന്നേ, എന്താ സംഭവിക്കുന്ന അറിയാലോ. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ നിന്ന് കെട്ടിപ്പിടിക്കുന്നതൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെയാക്കാൻ സഹായിക്കും. ഓക്കെ, എന്നോർത്ത് വലക്കിട്ട് അങ്ങ് നിൽക്കുമ്പോൾ പോയി കെട്ടിപ്പിടിക്കണം കണ്ട, നിങ്ങൾ ആ ടൈമൊക്കെ നോക്കി ഒന്ന് പോയി ഹഗ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. ഓക്കെ, ഹഗ് ചെയ്യുന്ന നമുക്ക് നല്ല ബെനിഫിറ്റുകളും കിട്ടും. അത് മാത്രമല്ല നമ്മുടെ പല വർക്കുകളും ഇല്ലാതെയാക്കാൻ ഒരു ഹഗ്ഗിന് സാധിക്കും, അല്ലേ? അപ്പം ഇത്ര കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോവുക. അതേപോലെ തന്നെ നമ്മൾ പരസ്പരം നല്ല ടേക്ക് കെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നമ്മൾ ഇത്ര കുറെ നാളായി അല്ലെ, പുതിയ ജോഡികൾക്കാണെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ വരാം. അത് നിങ്ങൾ എന്ത് ചെയ്യാം, മുതിർന്ന ആൾക്കാരോട് ചോദിക്കുക. പഴയ ജോഡികളാണെങ്കിൽ നിങ്ങൾക്ക് കുറെ അനുഭവങ്ങളൊക്കെ ഇല്ലേ, അത് വെച്ച് നിങ്ങളുടെ പാർട്ണേഴ്സ് എന്താണ് ഓരോ ടൈമിൽ റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം കേട്ടോ. എപ്പോഴും ഒരു എക്സ്ട്രാ ടേക്ക് കെയർ എടുക്കാൻ ശ്രമിക്കുക പങ്കാളിയെ. അത് തിരിച്ചും ഉണ്ടാവുന്നത് നല്ലതാണ്. മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഈ സിറ്റുവേഷനൊക്കെ വലിയ ഗുണമുള്ളതൊന്നും അല്ല ഇരിക്കണേ. സോ എന്ത് ചെയ്യണം, ഒന്ന് നമ്മൾ ചേർത്ത് പിടിച്ചേക്കാം. എന്റെ പങ്കാളിയുടെ മനസ്സിൽ അത്രയും ബലമുള്ള ടൈം അല്ല ഇപ്പം ഒന്ന് ചേർത്ത് പിടിക്കുക. ഓക്കെ, കൂടെ നിൽക്കാൻ ശ്രമിക്കുക. പങ്കാളിയെ കുറ്റം പറയാം, മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ നമ്മളെ കുറ്റം പറയാൻ നിൽക്കാതെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കേട്ടോ, ഒരു അണ്ടർസ്റ്റാൻഡിങ് മുന്നോട്ട് പോവാം. ഇടവ രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് വിശദമായ ഇടവത്തിനെ കുറിച്ച് പറയാനുള്ളത്. മിഥുന രാശി മകേരമര തിരുവാതിര പുണർദ മുക്കാടങ്ങുന്ന 2 നക്ഷത്രമാണ് എന്താ മിഥുന രാശി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ മിഥുന രാശിക്കാർക്ക് ഈ ഒരു മെയ് മാസത്തില് എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നൊക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും സഹിക്കേണ്ടേ വന്നേക്കാം. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഉത്തമമായിട്ട് നോക്കുന്നത് ഉത്തമമാണ്. ചില കാര്യങ്ങൾ നമ്മൾ അപ്സെറ്റ് ചെയ്യാൻ ശ്രമിക്കണം. തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒന്ന് തൊഴിൽ മാറാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നഷ്ടമാകാൻ ചാൻസ് വന്നേക്കാം. നിങ്ങളുള്ള
ഒരു ജോബ് കിട്ടേണ്ട സ്ഥാനത്താണ്. അപ്പം ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾക്ക് പാസ്സായി ഇന്റർവ്യൂയുടെ, ചിലപ്പോൾ നിങ്ങൾ സെക്കൻഡ് സ്റ്റേജ് ഫെയിൽ ആയിരിക്കാം, ചിലപ്പോൾ ഫസ്റ്റ് സെക്കൻഡും കഴിഞ്ഞു നിങ്ങൾ തേർഡ് ലെവലിൽ എത്തിയിട്ടുണ്ടാവും, അവിടെ നിന്ന് ചിലപ്പോൾ ഫെയിൽ ആയി പോയേക്കാം. എന്തൊക്കെ വന്നാലും നിങ്ങൾ വിട്ടുകൊടുക്കാതെ പരിശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ഓക്കെ, മിഥുന രാശിക്കാരുടെ കാര്യം പറയുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇതിനൊക്കെ മറികടക്കാൻ ആർക്ക് സാധിക്കും? നമ്മുടെ മനസ്സിന് സാധിക്കും എന്നുള്ളതാണ് സത്യം. ഓക്കെ, അതിന് വേണ്ട എന്താ? കൃത്യമായ ഒരു ഈശ്വര പ്രാർത്ഥന, ആത്മബലം, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും നല്ലത് മാത്രം ശ്രമിക്കുക, നമ്മുടെ ശത്രുക്കൾക്ക് പോലും നല്ലത് മാത്രം ചിന്തിക്കുക. ഓക്കെ, ഈ മിഥുന രാശിക്കാരെ കുറിച്ച് പറയുമെങ്കിൽ അതാണ് ചെയ്യാനുള്ളത്. കാരണം ഈ സമയത്ത് നിങ്ങൾ മറ്റൊരാൾക്ക് ദോഷം വരാണോ, മറ്റൊരാൾ നശിച്ചു പോകാനോ ഒക്കെ ഒന്നും എന്ത് ചെയ്യണ്ട, ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഇപ്പൊ എന്തൊരു തീരുമാനം എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്, ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്, സ്വയമായിട്ട് തൊഴിൽ മാറിയേക്കാം, ജോബ് മാറിയേക്കാം എന്നൊരു തീരുമാനം എടുക്കാൻ വേണ്ടി നിൽക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ നിൽക്കുക. ഇപ്പൊ എന്താണോ ചെയ്യുന്നത് ആ തൊഴിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഈ മെയ് മാസത്തില്. അതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു മാസം നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ അത്ര നല്ല സമയമായിട്ട് നമുക്ക് കാണുന്നില്ല. ഓക്കെ, മിഥുന രാശിക്കാർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് അത്ര അനുകൂലമായ സമയമല്ല ഈ ഒരു മെയ് മാസം എന്ന് പറയുന്നത്. ഒരു കൺഫ്യൂഷൻ ഇല്ലാത്തൊരു തീരുമാനം എടുക്കാനൊന്നും നമുക്ക് അത്ര പറ്റിയെന്ന് വരില്ല. സോ നമുക്ക് എന്തൊരു തീരുമാനം എടുത്താലും നിങ്ങൾ എന്ത് ചെയ്യണം? കൺഫ്യൂഷൻ ഇല്ലാതെ വേണം നമ്മൾ തീരുമാനം എടുക്കാൻ. നമ്മൾ തീരുമാനം എടുക്കാൻ പോകുന്നു. ഒരു ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാനൊന്ന് മാറി ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയേക്കാം എന്നൊരു തീരുമാനം എടുക്കാൻ വേണ്ടി നിൽക്കുന്നു. തീരുമാനം എടുത്ത് ബിസിനസ് എടുത്തേക്കാമെന്ന് പിന്നെ നമ്മൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. എന്തില്ല, ഇപ്പൊ ബിസിനസ്സിലോട്ട് ഇറങ്ങണ്ടായിരുന്നു, ഞാൻ ആ സെയിൽസ് ടീമിൽ തന്നെ നിൽക്കുന്നതായിരുന്നു ഉത്തമം. ചിന്തായ പോലെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ പക്കയായിട്ട് നമുക്ക് തോന്നണം. അതിനെന്ത് വേണം? നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ എടുക്കണം. നമ്മൾ അധികം നേരം ചിന്തിക്കേണ്ടി വരുന്നു, സോ കൺഫ്യൂഷൻ വരുന്നു, നിങ്ങൾ അന്നേരം അത് ലീവ് ചെയ്തേക്കാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത എപ്പോഴാണോ ആ കൺഫ്യൂഷൻ ഇല്ലാത്തപ്പോൾ മാത്രം നിങ്ങൾ ഓരോ തീരുമാനം എടുക്കുക. അതല്ലെങ്കിൽ മെയ് മാസം കഴിയട്ടെ. ഓക്കെ, അതേപോലെ തന്നെ വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാൻ വേണ്ടി നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ അത്ര അനുകൂല ടൈമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹ കാര്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്ര അനുകൂലമല്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് മെയ് 10 മുതൽ മെയ് 19 വേണമെങ്കിൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തീരുമാനം എടുക്കാം. ഇപ്പൊ ഒരു പെണ്ണ് കാണാൻ പോക്കൽ, നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ പോവാം. നിങ്ങളെല്ലാം വിവാഹ കാര്യങ്ങൾ വീട്ടിൽ അവതരിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നു, അതൊക്കെ ഈ സമയം മെയ് 10 മുതൽ മെയ് 19 വരെയുള്ള ടൈം നോക്കുക. ആ സമയത്ത് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത്. അതേപോലെ ചെലവൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചെലവുകളൊക്കെ ഉണ്ടാകും. പ്രതീക്ഷിക്കാത്ത ചില ചെലവുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയേക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും റെഡിയായി നിൽക്കുക, എന്തും തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഓക്കെ, മേ ബി ഞാൻ എന്ത് ചെയ്യാം? ഫെയിൽ ആവാം, മേ ബി ഞാൻ എന്ത് ചെയ്യാം? പാസ് ചെയ്യാം. അങ്ങനെ തീരുമാനം എടുക്കാം. നിങ്ങൾ പുതിയ കോഴ്സ് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പക്കയായിട്ട് ഡിസിഷൻ എടുക്കുക. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു കരിയർ ഗുരുവിനെ കാണുന്നത് ഉത്തമമായിരിക്കും, നല്ലൊരു ഗൈഡൻസ് സ്വീകരിക്കുന്ന ഉത്തമമായിരിക്കും. ഇനി അങ്ങനെ പോകാൻ പറ്റിയില്ലേ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരോട് എന്ന് ചോദിക്കുക, എന്താണ് നല്ലത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് എന്താ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ടാലന്റ് എന്താ മനസ്സിലാക്കുക, നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് എന്താവാനാണ് നിങ്ങളുടെ ശരിക്കുള്ള ഇഷ്ടം എന്ന് മനസ്സിലാക്കുക. ഇപ്പം എഞ്ചിനീയറിംഗ് പഠിച്ചാൽ നല്ലതാണ് വിചാരിച്ച് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പോയി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടേ? ബുദ്ധിമുട്ടേണ്ടി വരും. കഷ്ടപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടേ? കഷ്ടപ്പെട്ടാണ് ഒരു സബ്ജക്ട് എടുക്കുന്നത്, വേണ്ട എന്ന് വിചാരിച്ചാണെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ് നമ്മൾ എടുത്ത് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ഭാവിയിൽ അത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് ദുഃഖിക്കും, അല്ലേ? അപ്പൊ ഭാവിയിൽ അത് ഓർത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ദുഃഖിക്കാൻ പാടില്ല. സോ നിങ്ങൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം നിങ്ങൾ അത് ഇഷ്ടപ്പെട്ടാണോ എടുക്കുന്നത്, കഷ്ടപ്പെട്ടാണോ എടുക്കുന്നത് തീരുമാനിക്കുക. അത് മാത്രമല്ല, ഇഷ്ടപ്പെട്ടൊരു സബ്ജക്ട് എടുത്തു, നിങ്ങൾക്ക് അതുകൊണ്ട് ലൈഫ് നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുപോകാനും കൂടി പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ അത്യാവശ്യം എല്ലാ എന്ത് ഒരു ജോബ് തന്നെയായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോഴത്തെ ഒരു ടൈം അനുസരിച്ച്. ബട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ നോക്കണം, കുറച്ചുകൂടിയൊക്കെ എന്ത് ചെയ്യണം? പോസിബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് മാത്രം കരിയറൊക്കെ ചൂസ് ചെയ്യാം പഠിക്കാനൊക്കെ ആണെങ്കിൽ. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഓവർ കോൺഫിഡൻസ് ആവാതിരിക്കുക. കാരണം ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷെ അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുരിക്കോട്ടെ ചാടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഞാനൊരു ചാട്ടക്കാരനാണ് എന്നോർത്തൊരു കുരി കാണുമ്പോൾ, ഒരു കിണറിന്റെ കുരി കണ്ടു,
അതിന്റെ മണ്ടേ കൂടെ എടുത്ത് ആളെ നിൽക്കണ്ട. ഓവർ കോൺഫിഡൻസ് വേണ്ട. ഈ ഒരു മെയ് മാസത്തിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ മെയ് മാസം നിങ്ങൾ ഓവർ കോൺഫിഡൻസ് ആവണ്ട. അതിനുള്ള ടെൻഷന്റെ കാര്യത്തിൽ അമിതമായ ടെൻഷൻ ഒന്നും അടിക്കണ്ടാണേ. എന്തിനു ചുമ്മാ അമിതമായ ടെൻഷൻ അടിക്കണേ? നിങ്ങൾ കുറെ ടെൻഷൻ അടിച്ചു വെച്ചോ, നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് വല്ല മാറ്റം ഉണ്ടോ? പിന്നെ എന്തിനാ ചുമ്മാ ടെൻഷൻ അടിക്കണേ? സോ ആ ടെൻഷൻ ഒന്ന് നീക്കി വെക്കുക. ഇപ്പം ഈ ഒരു ദോഷഫലങ്ങളാണ് പറയുന്നത്. അയ്യോ ഇതൊക്കെ ദോഷഫലങ്ങളാണ്, എന്റെ ഈ മെയ് മാസം പോയല്ലോ എന്റെ ദൈവമേ എന്ന് ചിന്തിച്ച് കഷ്ടപ്പെട്ട് ഇരിക്കേണ്ട നിങ്ങള്. ഞാൻ പറയാറുണ്ട് ജ്യോതിഷത്തിന് ഞാൻ പറയുന്നത് അല്ല, എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയുന്നത് ഈ ഒരു പ്രെഡിക്ഷൻ എന്ന് പറയുന്നത്, യൂട്യൂബിൽ ചെയ്യുന്ന പ്രെഡിക്ഷൻ എന്ന് പറയുന്നത് കോമൺ പ്രെഡിക്ഷൻ ആണ്. ഓക്കെ, നിങ്ങളുടെ ജാതകത്തിൽ ഓരോ രാശിയിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന അനുസരിച്ച് നിങ്ങൾക്കായ ഒരു ഫലം ഉണ്ടാവൂലേ? ഓക്കെ, ചിലപ്പോ നിങ്ങൾക്ക് അത് അനുകൂലമായിരിക്കില്ലേ. പിന്നെ ഈ ചാരഫലം എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താണ്, കൂടുതൽ നമ്മുടെ മനസ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമ്മളെ കൂടുതൽ ബാധിക്കുക എന്ന് പറയുന്നത് നാളുള്ള ഫലമാണ് അല്ലേ. നമുക്ക് വിധിക്കപ്പെട്ട കാര്യങ്ങളല്ല, നമ്മുടെ വിധിയൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ ലഗ്നത്തിനാണ്. പിന്നെ ഇതിനൊക്കെ ഉപരി എന്ന് പറയുന്നത് നമ്മുടെ കർമ്മം, നമ്മൾ എന്താണ് മുൻജന്മത്തിൽ ചെയ്തേക്കണേ ആ കർമ്മത്തിനുള്ള ഫലം നമുക്ക് ഈ ജന്മത്തിൽ ലഭിക്കില്ലേ? ഈ ജന്മത്തിൽ ചെയ്യുന്ന ഫലം നമുക്ക് ഒന്നെങ്കിൽ ഈ ജന്മത്തിൽ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ കിട്ടൂലേ? സോ ഈ ഒരു ജന്മം നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ടൈം നിങ്ങൾ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റൊക്കെ ശ്രമിക്കുക, അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുക, മുന്നോട്ട് പോവുക നല്ല രീതിയിൽ. ഇനി മറ്റൊരാൾക്ക് ദോഷം വരുത്താത്ത രീതിയിൽ മുന്നോട്ട് പോവുക. അതിന് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അമിതമായ ടെൻഷൻ ഒന്നിനും പരിഹാരമല്ല അല്ലെ. പരിഹാരം ഇല്ലാതെ ഇപ്പൊ എന്ത് പ്രശ്നമുള്ളത്? ഒരു മാത്സിന് സൊല്യൂഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഇല്ലേ? ചില മാത്സിന്റെ സൊല്യൂഷൻ നമുക്ക് ഒരു രീതിയിലാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, പല രീതി കാണത്തില്ലേ. ഷോർട്ട് കട്ടും ഉണ്ടാവും, വേറെ സ്റ്റെപ്പും ഉണ്ടാവും ഇല്ലേ? ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച ടൈം എന്ന് പറയുന്നത് മാത്സ് കൂടുതൽ നമ്മൾ എന്ത് ചെയ്തോണ്ടിരുന്നത്, നമ്മുടെ മൈൻഡിലല്ല കൂട്ടിക്കൊണ്ടിരുന്നത്. +1 +2 വന്നപ്പം എന്തോന്നു, നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റിയില്ലേ? സോ അതൊരു ഷോർട്ട് കട്ട് അല്ലേ ശരിക്കും. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് അല്ലേ ശരിക്കും. അത് മാത്രമല്ല, അതിൽ തന്നെ നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻ എക്സാമിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്സിന് ഒരു പ്രോബ്ലം ചെയ്യാൻ നമുക്ക് 1.2 സെക്കൻഡ് 1 മിനിറ്റ് 1.2 മിനിറ്റ് ഒക്കെ നമുക്ക് കിട്ടാറുള്ളൂ. 1 മിനിറ്റ് ഒക്കെ കിട്ടാറുള്ളൂ. സോ നമ്മൾ പണ്ടും കണക്ക് ചെയ്യുന്നത് 5, 10, 15 മിനിറ്റ് എടുത്താണെങ്കിൽ ഇപ്പൊ നമുക്ക് അതേ കണക്ക് ചെയ്യാൻ 2 മിനിറ്റ് 1 മിനിറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. കാരണം എന്താ, നമ്മൾ അതിന്റെ ഷോർട്ട് കട്ട് മനസ്സിലാക്കുന്നു, അല്ലെ അതിന്റെ ട്രിക്ക് മനസ്സിലാക്കി എടുക്കുന്നു അല്ലെ. ട്രിക്ക് മനസ്സിലാക്കി നമ്മൾ പോകുന്നു. സോ എന്തൊരു കാര്യത്തിനും ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് സൊല്യൂഷൻ കിട്ടും. സോ ആ സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ ആ പ്രോബ്ലത്തെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക. ആ പ്രോബ്ലത്തെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ അമിതമായ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓവർ ടെൻഷനിലേക്ക് പോകും. ഓവർ ടെൻഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഹെൽത്തിനെ എന്ത് ചെയ്യും, ബാധിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിനൊക്കെ ഒരു പിരിമുറുക്കങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അമിതമായ ചിന്തകളൊക്കെ ഒന്ന് കുറയ്ക്കുക. നമ്മൾ പറയുന്ന കാര്യം പൂർണ്ണമായ പങ്കാളി എന്താ ചെയ്യുക, അംഗീകരിച്ചെന്നൊക്കെ വരികയില്ല. നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞു, ഓക്കെ പങ്കാളി ഇത് ഇങ്ങനെ എടുക്കും എന്നൊരു സെൻസ് നമ്മൾ എടുക്കാൻ നിൽക്കണ്ട. നെഗറ്റീവ് സൈഡ് ചിന്തിച്ച് മാത്രം പറയുക. കാരണം പങ്കാളി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ പോലും, നമുക്ക് അടുത്ത ബന്ധമുള്ളവർ പോലും നമുക്ക് ഈ മെയ് മാസം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർ ചിന്തിച്ചിരിക്കാൻ വേറെ രീതിയിലായിരിക്കുന്നേ. അപ്പൊ നമ്മൾ പറയുന്നത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് മറ്റൊരു ഹാർട്ട് ചെയ്യാത്ത രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പറയാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിൽ തുറന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ അത് ചെയ്യുന്ന ഉത്തമമാണ്. ഇപ്പം നാളെ ഒരാളെ എന്തെങ്കിലും ഒരു മോഷണം പോയി ചെയ്തു, എന്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ പോയി ചെയ്തതെന്ന് പറയില്ല. നമ്മളൊരു കാര്യം മനസ്സിൽ തോന്നുമ്പോൾ അതെന്ത് ചെയ്യണം, ന്യായമായിട്ടുള്ളതായിരിക്കണം അല്ലേ. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇന്ത്യ ഭരണഘടന നിശ്ചയിച്ച കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, അത് ഫോളോ ചെയ്ത് തന്നെ നമ്മൾ ജീവിക്കണം വേണ്ടേ. എന്റെ മനസ്സിന് തോന്നി ഇന്ന ചെയ്യാൻ, അപ്പൊ ഞാൻ പോയി ചെയ്തു, എന്നിട്ട് എന്റെ മനസ്സിൽ തോന്നിയിട്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ എന്തില്ല, യാതൊരു അർത്ഥവും ഇല്ല. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. ഇത്രയൊക്കെയാണ് പൊതുവെ മിഥുന രാശിയെ കുറിച്ച് പറയാമെങ്കിൽ ഉള്ളത്. കർക്കിടക രാശിക്കാർ, കർക്കിടകൂറിന് മെയ് മാസത്തിന് എന്താണ് ഫലം നമുക്ക് നോക്കാം. പുണർതം കാല പൂയം ആയില്യം അടങ്ങുന്ന 2 കാല നക്ഷത്രമാണ് കർക്കിടക രാശി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോളം ഈ നമുക്ക് ഒരു മെയ് മാസം എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായ സമയമായിട്ട് നമുക്ക് പറയാം. തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിലും പ്രൊഫഷണൽ സംബന്ധമായിട്ട് നോക്കിയാലും നമുക്കൊരു പുരോഗമനം ഒക്കെ പറയാം. വളരെ കാലമായിട്ട് ഒരു തൊഴിൽ ലഭിക്കാൻ വേണ്ടി അന്വേഷണം നടക്കുന്നു, തൊഴിലൊന്നും ലഭിക്കുന്നില്ല, പല ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു കിട്ടിയില്ല,
പല ഇൻഡോസ് അറ്റൻഡ് ചെയ്ത് ജോബ് കിട്ടി, പക്ഷെ നമ്മൾ പോകണ്ടാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പലതും നമുക്ക് വേണ്ടാന്ന് നമ്മളെ വേണ്ടാന്ന് വെച്ച് പോയി, പക്ഷെ നല്ലതായിരുന്നു. നമ്മുടെ മുമ്പിൽ പല ഓപ്പർച്യൂണിറ്റി നമ്മളതൊക്കെ തട്ടി മാറ്റിയിരുന്നു. പക്ഷെ നമുക്ക് ഈ ഒരു മെയ് മാസം നമുക്ക് അതൊക്കെ ലഭിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ തട്ടി മാറ്റി വേണ്ടാന്ന് വെച്ചതല്ല, നമുക്ക് പുതിയ നല്ല അവസരങ്ങൾ ലഭിക്കാനും ഒരു തൊഴിൽ സംബന്ധമായിട്ട് നോക്കുക, നല്ലൊരു തൊഴിൽ ലഭിക്കാനൊക്കെ യോഗമുള്ള സമയമാണ്. നമുക്ക് അനുകൂലമായ തൊഴിൽ നമുക്ക് ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. ശരിയായ രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു പുരോഗമനമൊക്കെ നടത്താൻ സാധിക്കുന്നതാണ്. നല്ല പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഹാർഡ് വർക്കും കൂടി ഉണ്ടെങ്കിൽ, സ്മാർട്ട് വർക്ക് വേണം, സ്മാർട്ട് വർക്ക് പ്ലസ് ഹാർഡ് വർക്കും കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ ഈ ഒരു മെയ് മാസം നിങ്ങളെ സഹായിക്കും കേട്ടോ. അതേപോലെ തന്നെ നമുക്കൊരു വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുടുംബാംഗങ്ങൾ വളരെ കാലമായിട്ട് പറയുന്നു ഒരു വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവനെന്ത് ചെയ്യും, എനിക്കിപ്പോ വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇപ്പം ഒന്ന് ഞാൻ ഫ്രീ ആയിട്ട് നടക്കട്ടെ, ഇപ്പോഴല്ലേ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ച് നടന്നവരെ ഫാമിലി ഒന്ന് കേൾക്കുക. നിങ്ങൾ ഈ ടൈമിൽ ഒന്ന് പറഞ്ഞു നോക്കുവാണെങ്കിൽ അവർ വിവാഹത്തിന് സംബന്ധിക്കാൻ ചാൻസ് പോസിബിലിറ്റി ഒന്ന് കൂടുതലാണ്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ പ്രണയ സംബന്ധമായിട്ട് നിൽക്കുവാണ്, വീട്ടിൽ അവതരിപ്പിക്കാനാണെങ്കിൽ ഈ ഒരു മെയ് മാസം നിങ്ങൾക്ക് അതിന് അനുകൂലമായ സമയമാണ്. നിങ്ങളൊന്ന് അവതരിപ്പിച്ച് നോക്കുക. നിങ്ങൾക്ക് കൂടുതലായിട്ടും അത് വീട്ടിനാലും എക്സ് പറയാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ. നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ ഇതും കൂടി നിങ്ങൾ തന്നുകൊണ്ട് വേണം. ഓക്കെ. നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്, നിങ്ങൾക്ക് അനുകൂലമാണ്. ബട്ട് നിങ്ങളുടെ പങ്കാളിയുടെ നക്ഷത്ര കൂറ് വെച്ച് അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അനുകൂലമായ സമയമല്ല, വിവാഹത്തിന് അനുകൂലമായ സമയമല്ല എങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഇത് നടക്കാൻ സാധ്യതയില്ലേ. സോ നിങ്ങൾ അത് നോക്കുക, എന്നിട്ട് മാത്രം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവാട്ടോ. അതേപോലെ തന്നെ പ്രണയ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രണയ വിജയമൊക്കെ പറയാം. ഇത്ര നാളും നിങ്ങളും പറഞ്ഞിട്ടില്ല പ്രണയം ഉണ്ടെന്ന്, അവരും പറഞ്ഞിട്ടില്ല പ്രണയം ഉണ്ടെന്ന്, പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ തുറന്നു പറയാനൊക്കെ അനുകൂലമായ സമയമാണ്. അത് മാത്രമല്ല, നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഉൾക്കാഴ്ച ലഭിക്കുക. അല്ലെങ്കിൽ ജീവിതം ഇങ്ങനെയൊക്കെയാണ്, ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ജീവിതത്തിൽ ഇങ്ങനെ പലരുണ്ടാവും, ഇങ്ങനെ പല പ്രതിസന്ധികൾ നമ്മളെ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. നമ്മുടെ കഴിഞ്ഞു പോയ ജീവിതം നമ്മൾ ഓരോ പാഠങ്ങളാണ് പഠിപ്പിച്ചത്. ആ കഴിഞ്ഞു പോയ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ടാവും, കുറച്ചൊക്കെ കാര്യങ്ങൾ എടുത്ത് കളയാനുണ്ടായിരിക്കും. മനസ്സിലായോ? ഇതുവരെ നിങ്ങളുടെ ലൈഫ് എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ വരെ, ഒരു പ്രസന്റ് ടൈം വരെ നിങ്ങൾക്ക് ലഭിച്ചതൊക്കെ നിങ്ങളുടെ ഓരോ ജീവിത അനുഭവങ്ങളാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അതിനോടൊരു ബോധം നിങ്ങൾക്ക് ലഭിക്കാനുള്ള ടൈമാണ്. ഓക്കെ. നിങ്ങളിപ്പോ ഇതിന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഓക്കെ, ഇന്നൊക്കെ കാര്യങ്ങൾ നടന്നത് ഇന്നൊക്കെ ഇതിന് വേണ്ടിയായിരുന്നു, അന്ന് എനിക്ക് ഇത് നടന്ന് ഇന്ന ഗുണം ലഭിച്ചുകൊണ്ടാണ്, അല്ലെ എനിക്ക് അന്ന് അത് സംഭവിച്ചത് നന്നായി, അന്ന് എനിക്ക് ദുഃഖമായിട്ട് തോന്നി, പക്ഷെ ഇന്ന് എനിക്ക് എന്താണ് അത് ബെനിഫിറ്റ് ആണ് എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുപോലെ വിദ്യാർത്ഥികളൊക്കെ നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ വളരെ കാലമായിട്ട് ഒരു ടെൻഷനൊക്കെ അനുഭവിച്ചിരുന്നെങ്കിൽ അതിനൊക്കെ ചെറിയ മാറ്റം ലഭിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നന്ന് പഠിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, പഠിപ്പിക്കേണ്ട പോർഷൻസ്. ഇപ്പൊ നിങ്ങൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ അന്നന്ന് പഠിക്കുന്ന പോർഷൻ നിങ്ങൾ അന്നന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ മടിയന്മാരാവാൻ ശ്രമിക്കണ്ട. മടിയൻ മല ചുമക്കും, കഴിഞ്ഞ ദിവസം ഞാൻ റീല് കണ്ട, മടിയൻ മല ചുമക്കും, നിത്യാഭ്യാസി ആണെ ചുമക്കുന്നോ, അങ്ങനെ സംഭവം ഞാൻ കേട്ടായിരുന്നു. ഒരു കൊച്ചു കൂട്ടുകാരൻ ഞാൻ മടിയനാണ് എന്ന് പറഞ്ഞു. അപ്പം മടിയൻ മലയാണല്ലോ ചുമക്കണേ, വിദ്യാഭ്യാസ ഒരു ആനയല്ലേ ചുമക്കാൻ പറ്റുന്നല്ലേ സംഭവത്തിൽ വെച്ച്. അപ്പം നിങ്ങൾ മടിയന്മാരാവാൻ നിൽക്കണ്ട. കർക്കിടക്കൂറിന് ഈ ഒരു മെയ് മാസം നിങ്ങൾക്ക് അതിന് അനുകൂലമായ സമയമല്ല. ഓക്കെ. നിങ്ങളുടെ വ്യാഴപ്രദക്ഷിണം ഇട്ടിട്ടുണ്ട്, നിങ്ങളുടെ വിഷുഫലം ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അതൊക്കെ നിർത്തി കാണുക. കർക്കിടക രാശിയെ കുറിച്ച് പറഞ്ഞേക്കണം എന്തൊക്കെയാണെന്ന് കേൾക്കണോ. ഓക്കെ. നിങ്ങളുടെ വ്യക്തിപരമായിട്ട് നിങ്ങൾ വലിയൊരു തരത്തിലേക്ക് ചിന്തിക്കുന്നവരാണ്, നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് ഗൈഡൻസ് സ്വീകരിച്ച് നിങ്ങൾക്ക് അഭിരുചി അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. വിദ്യാർത്ഥികളെ ലോണൊക്കെ ട്രൈ ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ ലോണൊക്കെ ട്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനൊക്കെ പറ്റും കേട്ടോ. എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് ഒരു വിദ്യാർത്ഥികളുടെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി നല്ലൊരു ആൾക്കാർക്കിടയിൽ ഒരു പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നല്ല കൊച്ചാണ്, അല്ലെ അവള് നല്ല കൊച്ചാണ് എന്നൊരു പേരിലേക്കൊക്കെ നമുക്ക് എത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും. പൊതുവെ ഒരു നല്ല സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം. മത്സര പരീക്ഷയിലായാലും അനുകൂലമായ സമയം തന്നെയാണ്. പക്ഷെ ചെറുതായിട്ടൊന്ന് പരിശ്രമം എന്ന് പറയുന്നത് കുറച്ച് ഹാർഡ് വർക്ക് എക്സ്ട്രാ ഇടേണ്ടി വരും.
ബട്ട് എന്നിരുന്നാലും നല്ല റിസൾട്ടായി നമുക്ക് ലഭിക്കും. അപ്പം പങ്കാളിയെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പങ്കാളിയെ ഒന്ന് പരിഗണിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പങ്കാളി ഇങ്ങനെയാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുക. പങ്കാളിയെ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതല്ലാതെ പങ്കാളി അവനെന്താ അങ്ങനെ പറയാൻ കാരണം, അല്ലെ അവൻ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞേ, എന്നോട് ഇഷ്ടം കുറഞ്ഞോ, എന്നോടല്ലാതെ വേറെ ആരോടെങ്കിലും ഇഷ്ടം ഉണ്ടായിരിക്കോ, ഞാൻ എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ എനിക്കോട് റിപ്ലൈ തരുന്നില്ല, അല്ലെങ്കിൽ ടൈമിന്റെ ഗ്യാപ്പ് വരുന്നു, അതല്ലെങ്കിൽ ഞാൻ ഫോൺ വിളിച്ചാൽ അവൾ ബിസിയാണ്, അല്ലെ അവൻ ബിസിയാണ്, ഞാൻ വിളിച്ചാൽ എടുക്കുന്നില്ല, നേരത്തെ എന്റെ രണ്ടാമത്തെ ബില്ലിൽ എടുക്കുമായിരുന്നു, ഇപ്പം ഒരു ബില്ല് ഫുൾ അടിച്ചിട്ട് എടുക്കുന്നില്ല, എന്തുകൊണ്ട് എന്നോടൊന്നും ഇഷ്ടം കുറഞ്ഞു വന്നിട്ടായിരിക്കും. അങ്ങനെ ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ടാണ് ഈ ഒരു മെയ് മാസത്തിലാ. നിങ്ങൾ പങ്കാളിയെന്ന് മനസ്സിലാക്കി അവനല്ലേ അവിടെ ഒരു വേറൊരു എന്തിനും അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ പറയാനുള്ള, നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയിട്ടുണ്ടല്ലോ, അവരുടെ പുറകെ നിങ്ങൾ ഇന്ന് കാലുപിടിച്ച് നടക്കല്ലേ. നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ ഇല്ലേ? അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശ്രമിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ വേണ്ടാന്ന് വെച്ചവരാണെങ്കിൽ പോട്ടെന്നെ, നമുക്ക് വേറെ ആൾക്കാരെ ലഭിക്കൂലേ. നമുക്ക് അനുകൂലമായിട്ട് നമുക്കായിട്ട് വിധിച്ചപ്പെട്ട ഒരാള് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അല്ലേ. അപ്പം പോയൊരു പോട്ടെ. എന്നുവെച്ചാൽ നമ്മളെ സ്നേഹിക്കുന്നവരെയല്ലേ നമ്മൾ കൂടുതൽ വാല്യൂ കൊടുക്കേണ്ടതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടത്തിന് വാല്യൂ ഇല്ലെങ്കിൽ ചോദിച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് വാല്യൂ ഉണ്ടാകും. ഓക്കെ, പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഇഷ്ടത്തിനാണ് എനിക്ക് പ്രിഫറൻസ് കൂടുതൽ. ഓക്കെ, അവരുടെ ഇഷ്ടത്തിന്, അവരുടെ ഇഷ്ടം വേണ്ടാന്ന് ഞാൻ വെക്കുന്നില്ലല്ലോ, മനസ്സിലായില്ലേ. അവർക്ക് എന്നെ ഇഷ്ടപ്പെടാൻ യാതൊരു തടസ്സവും ഇല്ല. എനിക്ക് ആരെയും ഇഷ്ടപ്പെടാൻ പറ്റും അല്ലെ. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഒരാൾക്കും എന്തില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. കറക്റ്റ് അല്ലേ? അപ്പൊ അതൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ഇനി അവരുടെ പുറകെ നടക്കാൻ നിൽക്കണ്ട. നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയതല്ലേ, ഒരു നാൾ നിങ്ങളുടെ വില അവര് മനസ്സിലാക്കും. അന്ന് ചിലപ്പം തിരിച്ചു വരും, അല്ലെ അവര് തിരിച്ചു വരും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അന്ന് തീരുമാനിക്കുക, നിങ്ങൾ അന്ന് കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, വേണോ വേണ്ടോ എന്ന്. അത് ഞാൻ എന്ത് ചെയ്യില്ല, ഒന്നും പറഞ്ഞില്ല. ആരും അതിൽ തലകടത്താതിരിക്കുന്നതായിരിക്കും പ്രത്യേകം നല്ലത്. അതുപോലെ തന്നെ പങ്കാളികളുടെ ഇപ്പം വിവാഹം കഴിഞ്ഞവരാണ്, ന്യൂലി കപ്പിൾഡ് ആയിട്ടുള്ളവരാക്കി ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുതിയ പാതയിലേക്കാണ് കടക്കുന്നത് അല്ലെ. ഒരു പുതിയ വരുത്തിരിയിലേക്കാണ് പോകുന്നത്. ഇത്ര നാൾ നിങ്ങളുടെ ജീവിച്ച ജീവിത രീതി ആയിരിക്കില്ല മുന്നോട്ടെന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കാം. നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാട്ട്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ എന്താണ്, ഒരു പാട്ടാണ് നിങ്ങളുടെ ലൈഫ് പാർട്ണർ എന്ന് പറയുന്നത് അല്ലെ. സോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫ് പാർട്ണറോട് പറയാം. അവിടെ ഒരു ഒരിവ് അല്ലെങ്കിൽ ഒരു മറയൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലാണ്. തുറന്ന് സംസാരിക്കുക. എന്നോർത്ത് നിങ്ങളുടെ പാസ്റ്റ് നടന്ന കാര്യങ്ങൾ പോയി ഇവിടെ കൊണ്ട് പറഞ്ഞ് ലൈഫിൽ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തെടുക്കുക. കാരണം അങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്കല്ല പറഞ്ഞേ. ഇനി ജീവിക്കുന്നുണ്ടല്ലോ, ഇന്നലെ വരെ എന്തായിരുന്നു ചിന്തിക്കാൻ ആവശ്യമില്ല. ഇന്ന് മുതൽ ഞാൻ ആരാണ് എന്ന ചിന്തയിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതാണ്. സോ നിങ്ങൾ അത് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ പങ്കാളിയുടെ കാര്യത്തിലായാലും നിങ്ങൾ അത് തന്നെ ഫോക്കസ് ചെയ്യുക. അവനല്ലേ അവൾക്ക് എന്നെ കെട്ടുന്ന മുമ്പ് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ ലൈൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 3-4 പേരെ പ്രണയിച്ചാണ് എന്നൊക്കെ നിങ്ങളോട് ചിലപ്പം അവരുടെ ഒരു നിഷ്കളങ്ക വയസ്സ് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇത് വെച്ച് നിങ്ങൾ ഒരിക്കലും ഭാവിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളൊരു വെപ്പണായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുമെങ്കിൽ നിങ്ങളുടെ പാർട്ണർ യൂസ് ചെയ്യാൻ സാധ്യതയില്ലേ. സോ ആ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഉത്തമമായിരിക്കും. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചും മുന്നോട്ട് പോവാ. ലൈഫ് കുറച്ചുകൂടെയൊക്കെ നമ്മൾ ലോജിക്കായിട്ട് ചിന്തിച്ചതിന് മുന്നോട്ട് പോകണ്ടേ. എന്നാണ് നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പം വേറെ കാര്യത്തിൽ ടെൻഷൻ ഒന്നും അടിക്കണ്ട. വലിയ ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങളൊന്നും ഈ മാസത്തേക്ക് സംഭവിക്കാനില്ലല്ലോ. അപ്പം വളരെ കുഴപ്പമില്ല. നമ്മൾ 55 to 75-80% നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, അപ്പം ബാക്കിയുള്ള കുറച്ച് നന്മയും തിന്മയൊക്കെ ഉണ്ടാവാതിരിക്കുമോ? എത്ര നല്ലതാണ് പറഞ്ഞാലും കുറച്ചൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നേ ഇല്ലേ. അതൊന്നും നിങ്ങൾ വലിയ വക വെക്കാണ്ട് നിൽക്കണ്ട, മുന്നോട്ട് പോവാ. ആരോഗ്യ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവെ കർക്കിടക രാശിയെ കുറിച്ച് പറയാനുള്ളത്. ചിങ്ങക്കൂർ, മകം, പൂരം, ഉത്രം, കാലം 2 നക്ഷത്രമാണ് ചിങ്ങക്കൂർ എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ ജീവിതത്തില് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉത്തമമാണ്. ഇപ്പൊ തൊഴിൽ ചെയ്യുന്നു,
ആ തൊഴിൽ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ശ്രദ്ധയേക്കാൾ ഇച്ചിരി ഉപരി ശ്രദ്ധ കൂടുതലിടുന്നേ, ഫോക്കസ് കുറച്ചുകൂടി കൂടുതൽ നിങ്ങളുടെ തൊഴിലിനെ വെക്കാൻ. നിങ്ങൾ ഒരു പ്രൊഫഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോക്കസ് ഓൺ ദാറ്റ്. ഒരു ബിസിനസ് ചെയ്യുന്നു, ഫോക്കസ് ഓൺ ദാറ്റ്. നിങ്ങൾ വർക്ക് ചെയ്യുന്നു, ഫോക്കസ് ഓൺ ദാറ്റ്. അതിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ മൾട്ടി ടാസ്കിംഗ് ലെവലിലേക്ക് പോകണ്ട. ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യുക. 2 കാര്യം ചെയ്യാൻ ശ്രമിക്കേണ്ട, 3 കാര്യം ചെയ്യാനും ശ്രമിക്കേണ്ട. അപ്പൊ എന്തിനാണോ ചെയ്യുന്നത് ആ കാര്യത്തിൽ പക്ക ഫോക്കസ്ഡ് ആയിരിക്കുക, ആ കാര്യത്തിൽ പക്ക സക്സസ്ഫുൾ. അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രം അടുത്തതിലേക്ക് പോവാ. തൊഴിൽ സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കണ വെച്ചാൽ നമ്മുടെ ചുറ്റിനും ഇങ്ങനെ എന്ത് ചെയ്യണം, ശത്രുക്കൾ വളഞ്ഞു നിൽക്കുകയെന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിലായാലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിലും ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മുടെ ചുറ്റും ഇങ്ങനെ ശത്രുക്കൾ നിൽക്കുവാണ്. എന്താ, അമ്പും തൊടുത്തോണ്ടല്ല, അമ്പും വില്ലും തൊടുത്തോണ്ട് നിൽക്കുവാണ്. നമ്മൾ എപ്പോഴാണോ കണ്ണ് ചിമ്മുന്നത് ആ സമയത്ത് നമ്മുടെ നേരെ അസ്ത്രം അറിയാൻ വേണ്ടി. സോ ജാഗ്രതരായിട്ട് തന്നെ നിൽക്കണം. എപ്പൊ എവിടെ നിന്ന് പ്രശ്നം വരും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മുമ്പോട്ട് വെക്കുമ്പോ ആ വെക്കുന്ന കാൽ ഇതാണ് കേട്ടോ, വെക്കുന്ന കാൽ അതേപടി ഒരു കുഴിയിലേക്കാവാം. ഓക്കെ, നിങ്ങൾ നേരെ നടക്കുകയാണ്, നിങ്ങൾ ഒന്ന് തിരിഞ്ഞ് ഫ്രണ്ടിനോട് ഹായ് എന്ന് പറയുമ്പോഴായിരിക്കും നിങ്ങൾ പോയി ഇടിക്കുന്ന കമ്പിയില്. ഓക്കെ, അല്ലെങ്കിൽ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്, ഒരാളെ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് കൈ കാണിച്ചു, നിങ്ങളുടെ എന്താണ് തലയിലോട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു സൈഡിൽ നിന്ന് വന്ന ഒരു ആൾ തട്ടിയിടുവോ ഒക്കെ ചെയ്യാം. ഇതൊക്കെ ഒരു ഉദാഹരണമാണ്. ഓക്കെ, ഇങ്ങനെ നടക്കും. അല്ല, ഇത് തന്നെയാണ് ഇപ്പൊ നാളെ ഞാൻ ഭൂമിയിൽ താരത്തോട്ട് കാല് വെക്കുമ്പോൾ ഞാൻ കുഞ്ഞു ഭൂമിന്റെ അടിയിലോട്ട് പോകും. ആ ചിന്താഗതി മാറി വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നുവെച്ചാ പറയാൻ പറ്റില്ല ചിലവരുടെ ചിന്താഗതി എന്താണ്. എല്ലാരും അങ്ങനെയാണല്ല. ചിലര് ഇപ്പം നാളെ ഓഫീസിലോട്ട് വിളിക്കും, ഞാൻ നാളെ തൊട്ട് ഭൂമിയിലോട്ട് കാല് വെക്കുന്നില്ല, അല്ലെങ്കിൽ ഭൂമി ആഴത്തോട്ട് കാല് വെക്കാൻ പറ്റില്ല, ഞാൻ കട്ടിലേ തന്നെ ഇരിക്കണല്ലോ, കസേര തന്നെ ഇരിക്കുന്നോ, അങ്ങനെ വിളിക്കുന്നവരുണ്ടാവാം. ഓക്കെ, എന്തും ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങൾ ബോധത്തെ മനസ്സിലാക്കുക, എന്തിനും ശ്രദ്ധ വെക്കുക, ജാഗ്രത വെക്കുക. കുറച്ചധികം ജാഗ്രത വെച്ചോ, പേടിക്കണ്ട. ഓക്കെ, കുറച്ച് ജാഗ്രതയൊക്കെ ഉണ്ടാവും, നല്ലതാണ്. നിങ്ങളുടെ കാരണം ചിങ്ങ രാശിക്കാർക്ക് അത്ര നല്ല സമയമൊന്നും അല്ല നിങ്ങൾക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ വ്യാഴമാറ്റ ഫലം നമ്മുടെ രാശി ചാനൽ ഇട്ടിട്ടുണ്ട്, വിഷുഫലം ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് എടുത്ത് കാണുക, പ്രഡിക്ഷൻസ് മനസ്സിലാക്കുക. നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വ്യക്തിപരമായിട്ട് നിങ്ങൾ കൺസൾട്ടേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ അത് വേണം. നമ്മുടെ ചിങ്ങരാശിയുടെ 8ാം ഭാവത്തിലാണ് എന്താ കുജൻ നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പം നമുക്ക് അനാവശ്യമായ വിഷമങ്ങള്, ദുഃഖങ്ങള്, സങ്കടങ്ങള് ഒക്കെ നമ്മൾ വരുത്തി വെക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മനസ്സിലൊരു മനസ്സമാനില്ലായ്മ, വാക്ക് സംബന്ധമായിട്ട് തർക്കം, ഒരു വാക്ക് തമ്മിൽ ചേർമ്മക്കുറവ് എന്നുവെച്ചാൽ നമ്മുടെ പങ്കാളിയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ അച്ഛമ്മമാരെ സഹോദരിയായിട്ടോ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ആയിട്ട് വാക്ക് തർക്കം ഇതൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചിങ്ങരാശിക്കാര് ഈ ഒരു മെയ് മാസത്തില് നിങ്ങൾ എന്ത് ചെയ്യുക, അമിതമായിട്ട് റിയാക്ട് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, ഓവർ റിയാക്റ്റീവ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് റിയാക്ഷൻ കുറച്ച് വെക്കുക. ഒരു കാര്യം പറഞ്ഞു, ആരാ എന്നെ കുറിച്ച് ഇത് പറഞ്ഞത്, നടക്കട്ടെ, അല്ല ആരാ എന്നെ തകർക്കാൻ, എന്നെ തടയാൻ ആരാ ഉള്ളതാ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ കടക്കുന്നവരാണെങ്കിൽ അതൊക്കെ നിർത്തി വെക്കുക. ഈ ഒരു മാസത്തേക്കെങ്കിലും സൂക്ഷിക്കുക. ഓക്കെ, വേണ്ട അത്രയും ജാഗ്രത എടുക്കുക. ഒരു തരത്തിലും നിങ്ങൾ ഓവർ റിയാക്റ്റ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവാം, നിങ്ങൾക്ക് തന്നെ ബോധം ഉണ്ടാവണം. ഓക്കെ, വാക്ക് തർക്കം ഉണ്ടാവാനുള്ള ഫലമുണ്ട്. സോ ഞാൻ ഒത്തിരി സംസാരിക്കുന്നത് നല്ലതല്ല. സോ എന്ത് ചെയ്യുക, നിങ്ങളുടെ സംസാരം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആക്കുക. വാണ്ടഡ് ആയിട്ടുള്ള തിങ്സിൽ സംസാരിക്കുക കേട്ടോ. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരം കുറച്ചിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ശ്രദ്ധിക്കുക. വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വിവാഹം കഴിക്കാൻ അത്ര നല്ല ടൈമൊന്നുമല്ല. ഓക്കെ, വിവാഹയോഗം പറയുകയാണെങ്കിൽ അത്ര ആയിട്ടൊന്നും കാണുന്നില്ല മെയ് മാസത്തില് ചിങ്ങരാശിയെ സംബന്ധിച്ചാലോ. സോ നിങ്ങൾക്ക് ഇതിലേതും ആയിട്ടില്ലെങ്കിൽ ഈ ഒരു മാസം തള്ളി വിടുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ആരോഗ്യ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ശ്രദ്ധ വെക്കുന്നത് നല്ലതാണ്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും കൃത്യമായ ഒരു പ്രൊഫഷന്റെ കയ്യിൽ എന്ത് ചെയ്യുക, മരുന്ന് സ്വീകരിക്കുക. ഇന്ന മരുന്ന് സ്വീകരിക്കാവൂ എന്ന് ഞാൻ പറയില്ല, നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യം. അലോപ്പതി, ആയുർവേദം, സിദ്ധവൈദ്യെങ്കിൽ സിദ്ധ, അക്യുപഞ്ചറെങ്കിൽ അക്യുപഞ്ചർ, അക്യുപ്രഷറെങ്കിൽ അക്യുപ്രഷർ, ഇനി അതല്ലെങ്കിൽ നാച്ചുറോപ്പതി, ഹോമിയോ എങ്കിൽ ഹോമിയോ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ അത് സ്വീകരിക്കുക. ഓക്കെ, ഏത് ചികിത്സ ആയാലും കൃത്യമായ അസുഖം വരുമ്പോൾ അതിന് കൃത്യമായി ട്രീറ്റ്മെന്റ് എടുക്കാൻ സ്വീകരിക്കുക.
അതേപോലെ തന്നെ ദേഷ്യമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറയ്ക്കുന്നത് നല്ലതാക്കുന്നത്. എന്താണ് പറഞ്ഞ ഓവർ റിയാക്ട് ചെയ്യാവില്ല. ദേഷ്യം വരുന്നുണ്ടെങ്കിൽ കുറയ്ക്കണം. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വന്നേക്കാം, കോപം കൂടാം. ഓക്കെ, സോ എന്നാലും അതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ മാക്സിമം ചിന്ത വെച്ച് നിങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക ദേഷ്യത്തെ. നിങ്ങൾ മറ്റേ സ്മൈൽ ബോൾ ഒക്കെ ഉണ്ടല്ലോ, എപ്പോഴും കൈവച്ചോ, ഈ മാസം കൈവച്ചോ. ദേഷ്യമൊക്കെ വരുമ്പോൾ ആ ബോളിനെ അമർത്തുക, ടെൻഷൻ വരുമ്പോൾ അത് നിൽക്കുക, സ്ട്രെസ് വരുമ്പോൾ അത് നിൽക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ദേഷ്യം കുറയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് ഓവറായിട്ട് ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കണ്ണടിക്കുക. കണ്ണടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദേവനെ മനസ്സിൽ വിചാരിക്കുക. ഇനി അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മന്ത്രം ഉണ്ടെങ്കിൽ അത് ജപിക്കുക. ഇനി അതല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഡീപ് ബ്രീത്ത് ഇരിക്കുക, എന്നിട്ട് അത് ഔട്ട് ചെയ്യുക. ഓക്കെ, അതൊരു 3-4 തവണയൊക്കെ ചെയ്യുക. എന്നോർത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ദേഷ്യം വന്നു, മുമ്പെയുള്ള വണ്ടിക്കാരല്ലെങ്കിൽ പുറകിൽ വണ്ടിക്കാരൻ ഓടിക്കുന്നു, ദേഷ്യം വരുന്നു. ഓക്കെ, ദേഷ്യം വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, കണ്ണടിക്കുക. കണ്ണടിച്ചു, എന്നിട്ട് ചെയ്യല്ലോ കേട്ടോ. തമാശക്ക് പറഞ്ഞോളൂ, നിങ്ങളെല്ലാം ബോധമുള്ളവരാണ്, അല്ലാതെ ബോധമില്ലാത്തവരാരും ഇല്ലാന്ന് മനസ്സിലായി. ബട്ട് എന്താണ്, തമാശ രീതിയിൽ പറയുന്നുള്ളൂ. ഓക്കെ, ഇത്ര ടെൻഷൻ ഒന്നും അടിക്കേണ്ട, അതുകൊണ്ടാണ് ഞങ്ങളെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, എന്നുവെച്ചാൽ ഒരു സ്വസ്ഥതായിട്ട് ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യാം, രാവിലെ ഒക്കെ പുറത്തിറങ്ങുന്ന മുമ്പ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് പുറത്തേക്ക് പോവാം. ഇപ്പൊ കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിക്കാം. അതുപോലെ വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, മാതാപിതാക്കൾ പറയുന്ന കാര്യം തെറ്റുകൂടാതെ അനുസരിക്കാൻ ശ്രമിക്കുക. അത് രണ്ടെണ്ണം, ഒന്ന് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, മാതാപിതാക്കൾ നിങ്ങൾക്ക് ദോഷം വരാൻ വേണ്ടി ഒന്നും ചെയ്യില്ല, സോ ആ കാര്യം ചെയ്യുക. 2 എന്ന് പറയുന്ന മാതാപിതാക്കൾക്ക് ഒരു മനസ്സിന് സന്തോഷം കിട്ടും. ഓ, എന്റെ മകൻ എന്റെ മകള് ഞാൻ പറഞ്ഞ അനുസരിച്ചു, അല്ല ഞാൻ പറയുന്ന അനുസരിക്കുന്നുണ്ട് എന്നൊരു ചിന്ത അവർക്കും ഉണ്ടാവും. അവർക്കൊരു സന്തോഷമാവും. അത് നമുക്കൊരു നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. അതുപോലെ നിങ്ങളുടെ ഗുരുനാഥൻ, ടീച്ചേഴ്സ് ആവാം, മെന്റർ ആവാം, ട്രെയിനർ ആവാം, ആരും ആവട്ടെ, എന്ത് പേര് വിളിച്ചാലും നമ്മുടെ ഗുരുനാഥൻ, നമുക്കൊരു വിദ്യ പകർന്നു നൽകുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അവര് പറയുന്ന കാര്യവും നിങ്ങൾ അക്ഷരപ്പെടുത്തിട്ടാതെ അനുസരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്ന് വെച്ച് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്വയം ബുദ്ധി ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഉദാഹരണം പറയാണ്, ഒരു കണ്ണും പൂട്ടി ഓരോ കാര്യങ്ങൾ ചെന്ന് ചാടാതിരിക്കുക. ഓക്കെ, എന്ത് കാര്യമായാലും ഇന്നത്തെ കാലമാണ്, സോ എന്ത് കാര്യമായാലും നിങ്ങൾ ചിന്തിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക. ബട്ട് തെറ്റില്ലാത്തയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര ബെനിഫിറ്റ് ആയിട്ടുള്ളതായിരിക്കില്ല. ബട്ട് നിങ്ങളുടെ ഫാമിലി അത് നല്ലതാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക, അവർ പറഞ്ഞ അനുസരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈശ്വരവിശ്വാസം ഒക്കെ കുറച്ച് കൂട്ടുന്നത് നല്ലതായിരിക്കും. കുറച്ച് ഈശ്വരനിലേക്ക് കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് നല്ലതാണ്. മന്ത്രജപം നടത്തുന്നത് നല്ലതാണ്. ക്ഷേത്ര ദർശനം, പള്ളി പോകുന്നത്, ഇതൊക്കെ നമ്മുടെ ആചാരം എന്താണോ, നമുക്ക് വിശ്വാസമുള്ള എന്താണ്, നമ്മൾ ഏത് കർമ്മത്തിലാണ് അല്ലെ ഏത് രീതിയിലുള്ള ഇതാണ് നമ്മൾ ആചരിക്കുന്നത്, അതെല്ലാം ഫോളോ ചെയ്താൽ മതി. അല്ലാതെ ഇന്നതേ ചെയ്യാവൂ, ഇന്നതാണ് ചെയ്യേണ്ടത് എന്നൊന്നുമില്ല. നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്നതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. സോ ആ കാര്യങ്ങൾ ചെയ്യുക, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഈ മാസത്തിൽ നിങ്ങൾക്ക് എന്താണ് അത്ര നല്ല സമയം അല്ലാന്ന് ഞാൻ പൊതുവെ പറഞ്ഞു. സോ ശ്രദ്ധിക്കുക, ജാഗ്രത ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ മാസത്തെ കടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ സാധ്യതയാണ്. അമിതമായ കടങ്ങൾ ഒന്നും എടുത്ത് വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നിടത്തിനൊക്കെ നിങ്ങൾക്ക് കടം ലഭിച്ചെന്ന് വരാം. പക്ഷെ ആവശ്യമില്ലാത്ത കടം എടുക്കാതിരിക്കുന്നതാണ് ഈ ഒരു മാസത്തിൽ നല്ലത് കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവെ ചിങ്ങരാശിയെ കുറിച്ച് പറയാനുള്ളത്. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര അരടങ്ങുന്ന 2 നക്ഷത്രമാണ് എന്താ, കന്നിക്കൂനം എന്ന് പറയുന്നത്. പൊതുവെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്കൊരു ഗുണദോഷ സംവത്സര ഫലമായിരിക്കും നിങ്ങൾക്ക് കൂടുതലും ഈ ഒരു മാസം സംഭവിക്കാൻ പോകുന്നത്. വ്യാഴം അനുകൂലമല്ലേ? വ്യാഴം അനുകൂലമാണ്, പക്ഷെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇച്ചിരി ഡിലേ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ്, പക്ഷെ എന്താണ്, നിങ്ങൾക്ക് അത് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെ പ്രതീക്ഷ കാര്യങ്ങളൊക്കെ അത്ര നടന്നൊന്നും വരില്ല. നമ്മളൊരു കാര്യം ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും. ഓവർ എക്സ്പെക്ടേഷൻ നമുക്ക് എന്ത് ചെയ്യും, സങ്കടത്തെ കൊണ്ടുവന്ന് തരും ഇല്ലേ? അധികം എക്സ്പെക്ട് ചെയ്യാതെ നമുക്കൊരു കാര്യം കിട്ടുമെങ്കിലോ നമുക്ക് നല്ലതല്ലേ? ഇപ്പം നമ്മളിപ്പോ എന്താ, നമ്മുടെ പേരൻസിന് ചെറിയൊരു ഏജ് വെച്ചാൽ നിങ്ങളെ കുട്ടിക്കാലത്തില്ല, പേരൻസ് പുറത്തു പോകുമ്പോൾ പോയിട്ട് വരുമ്പോൾ മുട്ടായി കൊണ്ടുവരിക. നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും എന്നുള്ള. സോ അത് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം കൂടുതലില്ലേ? കൊണ്ടുവന്നില്ലെങ്കിലോ നമുക്ക് സങ്കടാവൂലേ? പക്ഷെ ഇത് ആദ്യം അവർ ചെയ്തപ്പോൾ നമുക്ക് അതുണ്ടായിരുന്നോ? കാരണം നമുക്ക് എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു അല്ലേ? അപ്പം ഓട്ടോമാറ്റിക്കലി ഓവർ എക്സ്പെക്ടേഷൻ ചെയ്ത് കുറയ്ക്കുക, അത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്.
അതേപോലെ തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും ആഗ്രഹിക്കാതിരിക്കുക. ആഗ്രഹം നല്ലതാണ്, സ്വപ്നം കാണുന്നത് നല്ലതാണ്, ഇതൊക്കെ ചീത്തയാണെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ അത്ര ഗുണഫലങ്ങൾ പ്രദാനം ചെയ്തെന്ന് വരില്ല. എന്താണ്, പ്രതീക്ഷ പോലെ നടന്നെന്ന് വരില്ല, ആഗ്രഹിച്ച കാര്യങ്ങളും ചിലപ്പോൾ നടന്നെന്ന് വരില്ല. സോ അതുകൊണ്ടുണ്ടാവുന്ന ഒരു ടെൻഷൻ, ദുഃഖം, വിഷമം ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അമിതമായ പ്രതീക്ഷ വേണ്ട, അമിതമായ ആഗ്രഹങ്ങൾ വേണ്ട എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ ഇതൊക്കെ മോശമാണ് എന്നല്ല. ഓക്കെ, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ല. എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്, നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, പ്രതീക്ഷിച്ചത് നടന്നെന്ന് വരില്ല, ആഗ്രഹിച്ച കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. സോ അതിനൊരു ദുഃഖം ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന്. ഓക്കെ, അത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ, ഒരു തീരുമാനം എടുക്കണം. ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു, പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു, 1 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ്, ഏത് ലെവലിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, നമ്മുടെ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് തീരുമാനം എടുക്കാൻ പോകുകയാണെങ്കിൽ ഈ ഒരു മാസം തള്ളിവിടുന്നേ, ഈ മാസം കൊണ്ട് നിങ്ങൾ എങ്ങനെയൊക്കെ മുന്നോട്ട് പോവുക, ഒരു പുതിയ തീരുമാനം ഒന്നും എടുക്കണം. കാരണം നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവാം, നിങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റായി എന്ന് വരാം. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുന്ന ഉത്തമമായിരിക്കും. ജീവിതത്തിൽ നടത്തേണ്ട കാര്യങ്ങളായാലും നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളായാലും ഈ ഒരു മാസത്തേക്ക് തള്ളി മാറ്റുന്നു. നിങ്ങൾക്ക് ദോഷഫലത്തെ പ്രദാനം ചെയ്യുക, നല്ല ഫലത്തെ തന്നെയാണ് പ്രദാനം ചെയ്യുകയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് വലിയ ഏജ് ഒന്നും ആയിട്ടില്ല, വിവാഹം കഴിക്കേണ്ട ഏജ് ഒന്നും ആയിട്ടില്ലെങ്കിൽ ഈ മാസം തള്ളിവിടുക, അത്ര അനുകൂലമായ സമയമല്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, തീർച്ചയായും നിങ്ങൾ 21 അല്ലെങ്കിൽ 24 ആണെങ്കിൽ ഈ ഒരു മാസം പോട്ടെ, അത്ര അനുകൂലമായ സമയമല്ല. ഇനി അഥവാ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഒക്കെ വരാനൊക്കെ ചാൻസ് കൂടുതലാണ്, പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് ജാതകം വെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ വരും. ഓക്കെ, സോ അതങ്ങനെ ചെയ്യുക. പൊതുവെ പറയുകയാണെങ്കിൽ ഈ ടൈം അത്ര നല്ലതല്ല. പ്രണയ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് പറയാനൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിനെന്താണ്, അത്ര അവതരിപ്പിക്കാൻ അത്ര നല്ല സമയമൊന്നുമല്ല. ഇപ്പൊ പോയി അവതരിപ്പിക്കാണ് നിൽക്കണ്ട. നിങ്ങൾ മാക്സിമം നിങ്ങൾ റിലേഷൻഷിപ്പിലായാലും സത്യസന്ധമാകാൻ ശ്രമിക്കുക. ഇപ്പൊ പോയി പറഞ്ഞു നിങ്ങളുടെ ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടിയെന്ന് ചിലപ്പോൾ വരില്ല. എല്ലാവരുടെ കാര്യമല്ല. അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജാതകത്തില്, നമ്മുടെ ഇപ്പം പ്രണയിക്കുന്ന ആളുടെ ജാതകമായാലും നമ്മുടെ കുടുംബത്തിലൊക്കെ ആളുടെ ജാതകം നോക്കുകയാണെങ്കിലൊക്കെ അനുസരിച്ച് എന്താ ആ ഒരു ഫലത്തിന് വ്യത്യാസം ഉണ്ടാവും അല്ലേ. ഇപ്പം എന്റെ അടുത്ത് വന്നൊരു കാര്യം പറയുന്ന ഒരു അപ്രോച്ച് ആയിരിക്കില്ല വേറൊരാളുടെ അടുത്ത് വരുമ്പോൾ അവർ പറയുന്ന അപ്രോച്ച്. സോ അപ്രോച്ച് വ്യത്യാസം ഉണ്ടാവും, അവർ ചെയ്യുന്ന ഡിസിഷൻ വ്യത്യാസം ഉണ്ടാവാം. സോ ആ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ, എന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ, ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രണയ കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കുന്നതായിരിക്കും ഉത്തമം. വീട്ടിൽ പോയി പറഞ്ഞ് അത് നടത്തി കിട്ടും എന്നൊരു പ്രതീക്ഷയോട് നിങ്ങൾ പോയി പറഞ്ഞ് ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. ഞാൻ പറഞ്ഞു, ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട. എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സങ്കടത്തെ കൊണ്ടുവന്ന് വരാൻ സാധ്യതയുണ്ട്. പ്രണയ കാര്യങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കാം. ചെലവുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചെലവുകൾ ഉണ്ടാവും. എന്നാൽ നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ആ ചെലവനുസരിച്ചുള്ള വരുമാനം നമുക്ക് ലഭിക്കും. ഓക്കെ, നിങ്ങൾക്ക് 100 രൂപ ചെലവുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ ലഭിക്കും. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ചെലവുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ലഭിക്കാനുള്ള മാർഗമുണ്ട്. അതിനുള്ള വരുമാനം അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിച്ചാൽ സാധിക്കും. ഓക്കെ, ഇപ്പൊ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് ശ്രമിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികളുടെ കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ്. മടി, അലസത ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരാം. 1 പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ 2 പഠിക്കേണ്ടവരാം, 3 പഠിക്കേണ്ടവരാം, 4 പഠിക്കേണ്ടവരാം, 10 പഠിക്കേണ്ടവരാം. ഇരട്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ബട്ട് നെവർ ടയർഡ്. മടുക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. വർക്ക് ഹാർഡ്. എന്താണ്, ഇറ്റ് ഗീവ്സ് യു റിസൾട്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ല ഫലത്തെ തന്നെ പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളെ സഹായിക്കാനൊക്കെ പറ്റിയ സപ്പോർട്ടൊക്കെ നിങ്ങളെ പേരൻസ്, ടീച്ചേഴ്സ്, ഒരു എക്സ്പേർട്ടിന്റെ കയ്യിലൊക്കെ നിങ്ങളെ സഹായിക്കാൻ പറ്റിയത് ആരാണോ, നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന ആരാണോ അവരുടെ ഹെൽപ്പ് ചോദിക്കുക. ഓക്കെ, എന്നിട്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് ഒരു ഡിസിഷൻ ഒക്കെ എടുക്കാൻ ശ്രമിക്കുക. ഒപ്പീനിയൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്.
കാരണം എന്ത് ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും കൃത്യമായ വൈദ്യ പരിശോധന നടത്തുക, കൃത്യമായി മരുന്ന് കഴിക്കുക. അത് ഇന്ന മരുന്ന് കഴിക്കണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മരുന്ന് രീതി എന്താണ്, ട്രീറ്റ്മെന്റ് ഏതാണോ അത് എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഡൈജഷൻ പ്രോബ്ലം ഒക്കെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഭക്ഷണം കാര്യങ്ങൾ കഴിക്കും, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു, അമിതമായ പ്രതീക്ഷ വേണ്ട, എക്സ്പെക്ടേഷൻ വേണ്ട. ഇനി അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ടെൻഷൻ വരാൻ സാധ്യതയുണ്ട്, അമിതമായ ടെൻഷൻ. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടെൻഷൻ കുറയ്ക്കാൻ സാധിക്കും. കുറെയൊക്കെ നിങ്ങളുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ചിന്തയാണ്, അതൊക്കെ എടുത്ത് തൂക്കി പല്ലേക്കാണ്. ഓക്കെ, ഇത്ര നാളും നിങ്ങൾക്ക് കുറെ ടെൻഷൻ ഉണ്ടാക്കാം, നിങ്ങളുടെ മനസ്സിൽ കുറെ ചിന്തകൾ ഉണ്ടായിരുന്നായിരിക്കാം, നിങ്ങളുടെ മനസ്സിൽ പല ദുഃഖങ്ങൾ ഉണ്ടാവാം, നിങ്ങളുടെ മനസ്സിൽ പല സങ്കടങ്ങൾ ഉണ്ടാവാം, പലരും നിങ്ങളോട് തെറ്റായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവാം, പലരും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവാം. എന്തുമാവട്ടെ, പലരും നിങ്ങൾ പ്രതീക്ഷ പോലെ ആയിരിക്കില്ല നിങ്ങളെ കണ്ടത്, അല്ലെങ്കിൽ പലരും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലായിരിക്കില്ല അവര് നിങ്ങളുടെ അടുത്ത് പെരുമാറിയത്. ബട്ട് എന്തു ആയിക്കോട്ടെ, നിങ്ങൾ അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇനി മുന്നോട്ടുള്ള ലൈഫും നിങ്ങൾക്ക് ബോറായിട്ട് പോകും. സോ അതിനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാം, മുമ്പോട്ട് ഫ്യൂച്ചറിനെ ചിന്തിച്ച് പോവുക, നമ്മുടെ പ്രസന്റിൽ ജീവിക്കുക. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നല്ല കാര്യങ്ങളൊക്കെ നടക്കും. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മള് എന്താണ്, ലോജിക്കും കൂടി ചിന്തിക്കുക കേട്ടോ. നിങ്ങളുടെ ലോജിക്കും കൂടി ഉൾപ്പെടുത്തി ചിന്തിക്കുക. പിന്നെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് ഉത്തമമാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. യോഗ ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ക്ഷേത്ര ദർശനം, ആരാധന പോവുക, കീർത്തനങ്ങൾ ചെയ്യുക, മന്ത്രം ജപിക്കുക, ഇതൊക്കെ നല്ലതാണ്. ഹോമങ്ങൾ നടത്തുക, അതൊക്കെ ഉത്തമമായിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് നല്ലൊരു നമ്മളിപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള സറൗണ്ടിങ് നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങളോട് ആരെങ്കിലും നെഗറ്റീവായിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചെവി അങ്ങ് കുത്തുക, അവർ പറയുന്നത് കേൾക്കണ്ട. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഓപ്പൺ ആക്കി വെക്കണം. ഈ ചെവി കൂടെ കേട്ട് ഈ ചെവിയോടെ പോകണം. നിങ്ങൾ അത് ഇടയ്ക്ക് നിർത്തല്ല. അവർ പറയുന്ന നെഗറ്റീവ് മൈൻഡിട്ട് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കി വിഷമിച്ച് നിങ്ങൾക്ക് മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയൊക്കെ ചിന്തിച്ചാൽ മതി. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നേ. നിങ്ങൾ മനസ്സിലായില്ലേ? ഇത്രയൊക്കെയാണ് കഞ്ഞിക്കുറകളുടെ ഫലം എന്ന് പറയുന്നത്. തുലാംകൂറ, ചിത്തിര, ചോതി, വിശാഖം, മുക്കാലടങ്ങുന്ന 2.25 നക്ഷത്രമാണ് തുലാക്കൂറ എന്ന് പറയുന്നത്, അല്ലെ? അഥവാ തുലാരാശി. അപ്പൊ ഇവർക്ക് ഈ ഒരു മെയ് മാസത്തിൽ എന്തൊക്കെ ഫലങ്ങളാണ് പ്രദാനം ചെയ്യുക? അനുകൂലമാണോ പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളാണോ നടക്കുക എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, അല്ലെ? അപ്പം ഈ ഒരു മെയ് മാസത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ ശുക്രന്റെ ദൃഷ്ടി എന്താണ്, തുലാമിലുണ്ട്. നമുക്ക് അത് അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യും. ബിസിനസ്, തൊഴിൽ സംബന്ധമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സമയം തന്നെയാണ്. നമുക്ക് തൊഴിലിലാക്കിയാണെങ്കിൽ ഒരു പുരോഗതിയൊക്കെ ലഭിക്കും. വളരെ കാലമായിട്ട് നമ്മളൊരു ഒരു തൊഴിൽ മേഖലയിലുണ്ട്, അല്ലെങ്കിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജോലിയാണ്, നമുക്കൊരു പ്രൊമോഷൻ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു മാസത്തിൽ ചെറിയ പ്രൊമോഷൻ ഒക്കെ ലഭിക്കാൻ യോഗമുണ്ട്. പറയാണ്ടൊരു കാര്യം ചെയ്തു, പക്ഷെ ഇത്ര നാളും നിങ്ങൾക്ക് കിട്ടാത്ത ഒരു അംഗീകാരം ഈ ഒരു മാസത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരു പദവിയൊക്കെ ലഭിക്കാൻ യോഗമാണ്, ടൈമാണ്. ഓക്കെ, നമുക്ക് ഒന്ന് നോക്കി കണ്ടാക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ഈ മാസം നമുക്ക് തരും. പക്ഷെ നോക്കി കണ്ടൊക്കെ നിൽക്കണം കേട്ടോ. അതുപോലെ തന്നെ കുറച്ചുകൂടി ജോലി ആത്മാർത്ഥമായിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള പ്രൊമോഷൻ ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്, സാലറി ഹൈക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില കാര്യങ്ങളിൽ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. എല്ലാത്തിനും പോയി ചെവി കൊടുക്കുക, എല്ലാം പോയി കാണുക എന്ന് പറയുന്നത് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, കുടുംബ ഐക്യം കുറയ്ക്കാം, കുടുംബാംഗങ്ങൾ തമ്മിൽ അടിയാക്കാം, മിത്രങ്ങളാകുന്ന ശത്രുവാകാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ചില കാര്യങ്ങൾ ഈ മെയ് മാസത്തിൽ കണ്ടില്ല കേട്ടില്ല എന്ന് തന്നെ വെക്കുക. ചില കാര്യം മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. സോ ഞാനൊന്നും കണ്ടിട്ടില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല, ഞാനൊന്നും മിണ്ടിയിട്ടില്ല. അതാണ് ഈ മാസത്തില് മെയ് മാസത്തിൽ തുലാം രാശിയെ സംബന്ധിച്ചതും നല്ലത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഓവർ റിയാക്റ്റ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കോപമൊക്കെ വർദ്ധിക്കാൻ സാധ്യത കൂടുതലായിട്ടുള്ള സമയമാണ്. സോ എന്ത് ചെയ്യാം, നമ്മുടെ ദേഷ്യത്തെ അല്ലെങ്കിൽ കോപത്തെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വിനാശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പലതരത്തിലുള്ള ദുഷ്പേര്, അപകീർത്തി ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ട്? നിങ്ങളുടെ ഈ കോപം ദേഷ്യം കൊണ്ട് തന്നെ. സോ എന്ത് ചെയ്യാ, ആ ദേഷ്യത്തെ കോപത്തെയൊക്കെ എടുത്ത് എന്ത് ചെയ്യാ, പുറത്തേക്ക് കളഞ്ഞേക്കുക. നമുക്ക് വേണ്ടാത്ത ദേഷ്യവും കോപമൊക്കെ ഈ മാസം. സോ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈഫ് അല്ലെങ്കിൽ ഈ മെയ് മാസം എന്ന് പറയുന്നത് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം.
അനാവശ്യമായുള്ള ചിന്താഗതികളൊക്കെ ഒഴിവാക്കുക, അനാവശ്യമായുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. നമുക്ക് ചില സമയത്ത് തെറ്റായ തീരുമാനങ്ങൾക്ക് വരാണേ. മനുഷ്യനാണ്, തെറ്റ് സംഭവിക്കും. ആ തെറ്റങ്ങ് സമ്മതിക്കുക. അപ്പൊ ആ തെറ്റായ തീരുമാനങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മാറ്റുക. തെറ്റായ തീരുമാനങ്ങൾ എടുക്കണ്ട. ഓക്കെ, ഈ മാസത്തിൽ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അനാവശ്യമായ ചിന്താഗതികൾ വരാം, അനാവശ്യമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് തന്നെ എന്താണ് തീരുമാനം, അല്ലെങ്കിൽ ഈ പ്രശ്നം ഇപ്പൊ സംഭവിക്കാൻ എന്താ കാര്യം, ഞാൻ ഇപ്പൊ എന്തിനാണ് ആ ചെന്ന് താഴെ അറിയുക, അവരോട് എന്തിനും പറയുന്നു, നമ്മൾ എന്തിനാണ് അങ്ങോട്ട് പോയത്. നിങ്ങൾ പിന്നീട് ചിന്തിക്കുന്നേ, മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞതാ. സോ ആ കാര്യത്തിലൊക്കെ ചെന്ന് ചാടാതിരിക്കുക. അനാവശ്യമായിട്ട് ചെന്ന് തല വെക്കണ്ട. രണ്ടുപേര് സംസാരിക്കുന്നു, അവര് സംസാരിച്ചോട്ടെ, നിങ്ങളിപ്പോ അത് കേൾക്കാൻ പോകണ്ടാണ്. നിങ്ങളിപ്പോ അത് കേട്ടു, രണ്ടുപേര് നിങ്ങളുടെ കുറ്റം പറയുന്നു. നിങ്ങൾ അങ്ങ് ചെല്ലുമ്പോ ചിലപ്പോൾ നിങ്ങളുടെ ഗുണമായിരിക്കില്ല അവർ പറയുന്നത്. നിങ്ങൾ ചെല്ലുന്ന കണ്ടില്ല, നിങ്ങൾ കാണാതെ ചെന്ന് അവർ പറയുന്ന ഒളിഞ്ഞിരുന്നു കേട്ടോ. നമ്മൾ അന്നേരം ഒന്നും മിണ്ടില്ല, അവരോടും ഒന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ വിദ്വേഷം കിടക്കൂലേ. എന്നാലും അവൾ അങ്ങനെ പറഞ്ഞു, ഞാനില്ലാത്ത സമയത്ത് എന്റെ കുറ്റം പറഞ്ഞു. എന്തോ നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ കുറ്റം ആൾക്കാർ പറയുന്നേ. ഈ കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ എന്തെങ്കിലും നന്മയാല് നമുക്ക് ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു മാവ് ഉണ്ടോ, കല്ലെറിയുന്നത് 2 മാവുണ്ട്, നിറച്ച് മാവ് കായ്ച്ചു കിടക്കുന്നു. ഒരു മാവ് ചുമ്മാ ഇലയായിട്ട് നിൽക്കുന്നത്. നമ്മൾ ഏത് മാവിലാ കല്ലെറിയുന്നേ? കായ്ച്ചു കിടക്കുന്ന മാവിലല്ലേ കല്ലെറിയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലമുള്ള ഇടത്തല്ലേ കല്ലെറിയാൻ നിൽക്കുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ വക വെക്കാൻ നിൽക്കണ്ട. ഈ കല്ലെറിയുന്നതിനൊക്കെ മാങ്ങ റിയാക്ട് ചെയ്യാൻ നിന്നാലാ മാവിൽ ഒരു വേറെ ഓടിച്ച് തിരിച്ചെറിയുന്നു. വിചാരിച്ചു നോക്കി, അതൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ. സോ ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല ഹെഡ്ലൈനിൽ വെക്കുക. അവരെന്തും പറഞ്ഞോട്ടെ, നിങ്ങളുടെ കുറ്റം പറയും. വേറെ സംഭവം നോക്കാൻ പോകണം. ഈ മാസത്തിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. ഒരാൾ വന്ന് നിങ്ങളോട് പറയുന്നു, സുഹൃത്തെ, 2 പേരുടെ പേര് ഉദാഹരണത്തിന് പറയാട്ടോ, നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണ്ട. ഞാൻ ജസ്റ്റ് എക്സാമിന് പറയും, രമേഷും രാജേഷും കൂടി എന്ത് ചെയ്യാ, നിന്റെ കുറ്റം പറയാ നീ ഇല്ലാത്ത സമയത്ത്. ഞാനത് കേട്ടു, ഇന്നൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്. നിനക്ക് ഭയങ്കര ജാടയാണ്, നീ പെൺകോന്തനാണ്, അല്ലെങ്കിൽ നീ ഭയങ്കര ചുമ്മാ ആവശ്യമില്ലാതെ ചെലവാക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നീ ഭർത്താവിനെ വഞ്ചിക്കുന്ന ഒരാളാണ്. സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ, എന്റെ ഒരു ഫ്ലോയിൽ വരുന്നതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ വന്ന് പറയുന്ന ഒരാളുടെ സെന്റിമെന്റ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു കോളിഷ്ടം ഉണ്ടാവില്ലേ മറ്റു 2 പേരോടാ ഉണ്ടാവും. റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഈ വന്ന് പറഞ്ഞവനായിരിക്കും ശരിക്കും പ്രശ്നക്കാരൻ. അവിടെ ആ ഒരു വാക്ക് എടുത്തിട്ടത് ഇവനായിരിക്കും, ഇവനായിരിക്കും. സോ അങ്ങനെ ആരെയും വിശ്വസിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അത് പ്രശ്നം മനസ്സിൽ വെച്ച് ഒത്തിരി വലിയ പ്രശ്നത്തിലേക്കൊന്നും ആക്കാൻ നിൽക്കണ്ട കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മാസം അത്ര നല്ല സമയമല്ല നിങ്ങൾക്ക്. സോ ഈ മാസം തള്ളി മാറ്റുന്നത് ഉത്തമമായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നമുക്ക് എന്തും അനുകൂലമായ സമയമാണ്. അപ്പൊ എന്ത് പഠിക്കണമെങ്കിലും പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന സമയം തന്നെയാണ്, അനുകൂലമായ സമയമാണ്. നമുക്ക് എക്സ്പെൻസ് ഒക്കെ പക്ഷേ അധികം. ഇപ്പൊ നമ്മള് ഇപ്പൊ പൊതുവെ വീട്ടിൽ നിന്നാണ് പോണത്, നിങ്ങൾക്ക് ഹോസ്റ്റലിൽ പോകണ്ടായി വന്നേക്കാം. അല്ലെങ്കിൽ ഇത്ര നാളും നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സെജറിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോയി വരാൻ ദൂരമുള്ളതാണ്. ഇപ്പൊ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വണ്ടിയെ ആശ്രയിക്കേണ്ടായി വന്നേക്കാം. അങ്ങനെയൊക്കെ ഒരു എക്സ്പെൻസ് കൂടുക, എങ്ങനെയെങ്കിലൊക്കെ എക്സ്പെൻസ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫോക്കസ് ആവശ്യമാണ്, ശ്രദ്ധ ആവശ്യമാണ്. നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റുമെന്ന് പറയുന്നു. സോ അവിടെ ശ്രദ്ധ ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ പറ്റുള്ളൂ. സോ ശ്രദ്ധ അവിടെ ആവശ്യമാണ്. പങ്കാളിൽ നിന്നും വിധമായ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. നമ്മൾ ഓവറായിട്ട് എക്സ്പെക്ടേഷൻ ചെയ്യുമ്പോഴാണ് അത് പ്രശ്നം ഉണ്ടാവുക. ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പങ്കാളിയായിട്ട് അവരെന്ത് സംസാരിച്ചാലും എന്ത് തന്നാലും നമുക്ക് സന്തോഷമാണ്. അല്ലെങ്കിൽ പങ്കാളി നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില പ്രശ്നങ്ങൾ വരാം. അതുപോലെ നിങ്ങൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എന്തൊരു കാര്യത്തിലായാലും കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. ഫാമിലി ഹെൽത്ത് ഒക്കെ ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. കുടുംബത്തിലായാലും നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലായാലും ശ്രദ്ധ ആവശ്യമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ 2 പണി കിട്ടും, കുടുംബത്തിനും പണി കിട്ടും, ആരോഗ്യ സംബന്ധമായിട്ട് പണി കിട്ടും. സോ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുടുംബത്തിലായാലും ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തലയിടണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെന്ന് ചാടണ്ട, അനാവശ്യ കാര്യങ്ങൾ കേൾക്കാനും കാണാനും നിൽക്കണ്ട. എന്താണ് നിങ്ങളിപ്പോ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ പാതയിൽ പോവുക. നിങ്ങൾ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ പങ്കാളിയും കൂടി ഒന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. കുറ്റം പറയുന്ന കുറയ്ക്കുക, മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതും കുറയ്ക്കുക,
നിങ്ങളുടെ കുറ്റം കേൾക്കുന്നതും കുറയ്ക്കുക, മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതും കേൾക്കുന്നതും കുറയ്ക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ നെഗറ്റീവാണ്. നിങ്ങൾ കൂടുതൽ മാക്സിമം പോസിറ്റീവായിട്ടുള്ള കാര്യം നിൽക്കുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇത്രയൊക്കെയാണ് തുലാം രാശിയെ സംബന്ധിച്ചോളം ഈ ഒരു മെയ് മാസത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്. ശാങ്കാരൻ, അനിരം, തിരുക്കേട്ട, ഇത് രണ്ടേ കാല നക്ഷത്രമാണല്ലോ. അപ്പൊ വൃശ്ചിക രാശി അഥവാ വൃശ്ചിക കൂറുകാർക്ക് വെച്ച ഗുണദോഷ സമ്മിശ്രമാണെന്ന്. കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ നിങ്ങളാ ചിന്തിക്കണ്ട, അവിടെ നടന്നോട്ടെ. അപ്പം അടുത്ത ചോദ്യം, എനിക്ക് വ്യാഴമാറ്റം നല്ലതല്ലേ? വ്യാഴമാറ്റം നിങ്ങൾക്ക് നല്ലതാണ്. അതിന്റെ ഫലം ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കാണാത്തവർ നിർത്തി കാണുക. നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ലോങ് വീഡിയോ കാണാം, അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ കാണാം. ഓക്കെ, ഷോർട്ട് വീഡിയോ എന്ന് പറയുമ്പോൾ 5-6 മിനിറ്റുള്ള വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ എന്താണ് നമ്മള് ഒരു 56 മിനിറ്റിന്റെ വീഡിയോ മേടം തൊട്ട് മീനം വരെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ എടുക്കേണ്ടത് എളുപ്പം എടുത്ത് കാണാം. ഇനി ഇതെല്ലാം ഓവറോന്ന് ജസ്റ്റ് ഐഡിയ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് നോക്കിയാൽ, നമ്മുടെ ഷോർട്സ് ചാനൽ നോക്കി കഴിഞ്ഞാൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഞാൻ വൃശ്ചിക രാശിക്ക് വ്യാഴമാറ്റവും വിഷുകളൊക്കെ. സോ അത് നോക്കാം. അപ്പം വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം നമുക്ക് അനുകൂലമായ കാര്യം നോക്കാം. സെക്കൻഡ് ഹാഫ് ഓഫ് മെയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് 15 ശേഷമാണ് നമുക്ക് കൂടുതലും അനുകൂലമായ സമയം എന്ന് പറയുന്നത്. ഗുണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുക മെയ് 15 ശേഷമായിരിക്കും. തൊഴിലിനൊക്കെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം. തൊഴില് ഇപ്പൊ ജോബ്, പ്രൊഫഷൻ, ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെയാണ്. എന്താണ്, തൊഴിലിൽ ഒരു മാറ്റമൊക്കെ സംഭവിക്കാനും ചാൻസ് ഉണ്ട്. മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാറാനും പോസിബിലിറ്റി ഉണ്ട്. പദവി ലഭിക്കാൻ, പ്രൊമോഷൻ ലഭിക്കാനൊക്കെ യോഗമുള്ള സമയമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ യോഗമുള്ള സമയമാണ്. ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ വൃശ്ചിക രാശിയുടെ ഓവറോൾ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒരു 30 to 40% വൃശ്ചിക രാശിയിലുള്ള 30 to 40% ഒരു പ്രശ്നമാണ്. ആഗ്രഹിച്ച എന്തും നടക്കും എന്നല്ല വിചാരിച്ചു. അപ്പൊ ഞാൻ എന്താണ് പ്രൈം മിനിസ്റ്റർ അയക്കാം, അല്ല ചീഫ് മിനിസ്റ്റർ അയക്കാം, അല്ല ഞാൻ രാജാവാണ്. യുക്തിക്ക് അനുസരിച്ച് നോക്കുക. ഓക്കെ, യുക്തിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾ ആഗ്രഹിക്കുക, സാധിക്കും. നിങ്ങൾ ഓവറായിട്ട് അൺവാണ്ടഡ് ആയിട്ട് ഒരിക്കലും നടക്കൂലാത്ത കാര്യങ്ങൾ, സത്യം പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ഒരു സമയത്ത് ഒരു പ്രധാനമന്ത്രിയല്ലേ പറ്റുള്ളൂ എന്തെങ്കിലും ചെയ്യാം. അതുപോലെ ചീഫ് മിനിസ്റ്റർ കേരളത്തിൽ ഒരു സമയത്ത് ഒരാൾക്കല്ലേ പറ്റുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കണം. ഇപ്പൊ നമ്പർ 1 എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരത്തിൽ ഒരാൾക്ക് നമ്പർ 1 എത്താൻ പറ്റുള്ളൂ. ഇത് ചില മത്സരത്തിനനുസരിച്ച് ഇപ്പം ഫ്രീ ആയിട്ട് നടത്തുന്ന മത്സരം അങ്ങനെ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2 ഫസ്റ്റ് 2 സെക്കൻഡ് ഒക്കെ അല്ല അങ്ങനെയൊക്കെ വരാം. സോ എന്നാലും 100 പേര് പങ്കെടുത്ത് 100 പേര് ഇങ്ങനെ ആഗ്രഹിച്ചു, 100 വൃശ്ചിക രാശിയാണ്, 100നും 1ാം സ്ഥാനം ആഗ്രഹിച്ചു, പറ്റുമോ? ഇല്ല. അവിടെ വർക്കാവുന്ന എന്താണ്, അവിടെ നിങ്ങളുടെ ലക്ക്, നിങ്ങൾ ഏത് ഹാർഡ് വർക്ക്, നിങ്ങൾ ഏത് പാർട്ടീസ്, നിങ്ങൾ ഏത് സ്മാർട്ട് വർക്ക്, നിങ്ങളുടെ മുൻജന്മ കർമ്മം നമുക്ക് എന്താണ് ബന്ധിച്ച് ഇരിപ്പുണ്ടല്ലേ ഈ ജന്മത്തില്. അപ്പൊ ഒരു മുൻജന്മ കർമ്മം ഈ ജന്മത്തിൽ നമുക്ക് അതിനുള്ള ഫലം ചെയ്യും. സോ അത് നിൽക്കും. സോ ഈ 5 കാര്യവും നിൽക്കുന്നുണ്ട് അല്ലേ. ലക്ക് നിൽക്കുന്നുണ്ട്, നമ്മുടെ ഹാർഡ് വർക്ക് ഉണ്ട്, നമ്മുടെ പ്രാക്ടീസ് ഉണ്ട്, നമ്മുടെ സ്മാർട്ട് വർക്ക് ഉണ്ട്, നമ്മുടെ കർമ്മ ഫലമുണ്ട് അല്ലേ. നമ്മളെ ഇഷ്ടപ്പെടുന്നവര് അവരുടെ പ്രാർത്ഥന ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ എതിരാളികളുടെ മുൻജന്മ കർമ്മങ്ങൾ ഉണ്ടാവും. അവരെത്രമാത്രം കുറവിലാണോ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും, അവര് ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവും. ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് കേട്ടുന്നേ. സോ വിചാരിക്കുമ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ചിന്തിക്കുക. ഓക്കെ, ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുമെന്ന് പറയുമ്പോൾ ഞാൻ പൊതുവെ ഒരു കോമൺ പ്രഡിക്ഷൻ ആയിട്ട് പറഞ്ഞുള്ളൂ. സോ അത് നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ തന്നെ നമുക്ക് കുടുംബത്തിലായ പ്രശ്നങ്ങളൊക്കെ കുറയും. ഓക്കെ, കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞാൽ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി എടുക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലായാലും പലതരത്തിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. ചിലപ്പം നമ്മൾ മുമ്പ് ആഗ്രഹിച്ച കാര്യങ്ങളും ഈ സമയത്ത് ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് നടന്നു കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു പോസിബിലിറ്റി ആണ് അത്, പക്ഷെ നടന്നു കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കുടുംബത്തിലുണ്ടായ അഭിപ്രായ ഭിന്നതകളൊക്കെ ഒന്ന് കുറഞ്ഞ് കുറച്ചുകൂടി ഒന്ന് ഐക്യത്തിലേക്ക് എത്താനൊക്കെ ചാൻസ് കൂടുതലാണ്. വിവാഹ കാര്യങ്ങളൊക്കെ അല്ലെ വിവാഹ യോഗം എന്ന് പറയുന്നുണ്ട്. ബട്ട് അത് മെയ് 19 ശേഷം നോക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം. അതുപോലെ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അനുകൂലമായ സമയമൊക്കെയാണ്. മത്സര പരീക്ഷയിലൊക്കെ നിൽക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ
എന്നതൊക്കെ അനുകൂലമായ സമയം തന്നെയാണ് കേട്ടോ. അപ്പം ഇതിനു മുമ്പ് പരീക്ഷ ഉണ്ടെങ്കിൽ ഓക്കെ, പേടിക്കണ്ട. ഇതിന്റെ റിസൾട്ട് വരുന്നത് മെയ് 19 ശേഷമായിരിക്കും അല്ലേ. അപ്പൊ ജൂണിലോ? ജൂണിൽ നമുക്ക് അപ്പം നോക്കാണേ. നിങ്ങൾ ഇപ്പം പ്രസന്റിൽ നിൽക്കുക. നിങ്ങൾ എന്തിനാ പോകുന്നത്? നിങ്ങൾ കുറച്ചു പേരെ ചിന്തിച്ചിട്ടുണ്ടാവും അപ്പൊ ജൂലൈയിലോ. ഓക്കെ, നമുക്ക് അന്നേരം നോക്കാം. നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നേ. ഓക്കെ, നിങ്ങൾ ഇപ്പൊ വർക്ക് ചെയ്യുക. നിങ്ങൾ മെയ് മാസത്തിൽ ഓവറോൾ നിങ്ങൾക്ക് നല്ലതാണ്, കുഴപ്പമില്ല. ഗുണദോഷ സമ്മിശ്രണം എന്ന് പറഞ്ഞാലും പോസിറ്റീവാണ്, നിങ്ങൾക്ക് കൂടി നിൽക്കുന്നത്. ബട്ട് മെയ് 15 ശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് ഫലം ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ, അത് മാത്രം ചിന്തിക്കുക. മത്സര പരീക്ഷയിലെ വിജയം നമുക്ക് പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും വേഗത കൂടുതലായിട്ട് വരിക. വേഗത വെച്ചാൽ ഒരു തീരുമാനമൊക്കെ ഇടയിൽ നമുക്ക് എടുക്കാൻ പറ്റുക. വരുമാനം വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കുറച്ചുകൂടി ഷാർപ്പ് ആവാൻ നമുക്ക് പറ്റും. നമ്മുടെ ബുദ്ധിയിലായാലും നമ്മൾ ചെയ്ത പ്രവർത്തിയിലായാലും കുറച്ചുകൂടി ഷാർപ്പായിട്ട് പെരുമാറാൻ പറ്റും. ആരോഗ്യ കാര്യങ്ങളൊക്കെ നോക്കുകയും പൊതുവെ അനുകൂലമായ സമയമാണ്. എന്നിരുന്നാലും നമുക്ക് ചങ്കിരിച്ചില് അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡൈജഷൻ പ്രോബ്ലം, അസിഡിറ്റി ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. സ്പൈസി ഫുഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും. നമ്മൾ ആത്മവിശ്വാസമൊക്കെ ഒന്ന് വർദ്ധിക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്. വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം പൊതുവെ പറയും കുറച്ച് ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ട്. ബട്ട് അതിനൊക്കെ ഒന്ന് മറികടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിച്ചെടുത്താൽ നിങ്ങൾക്ക് അത് അനുകൂലമായ സമയമാണ്. പിന്നെ വൃശ്ചിക രാശിയെ നോക്കുകയാണെങ്കിൽ പൊതുവെ പറയുകയെങ്കിൽ ഇവർക്ക് മറ്റുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ചിന്തിച്ച് പിഴച്ചൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്ത് എന്ത് ചെയ്യാം, കുറച്ചൊക്കെ കണ്ടുപിടിക്കാനൊക്കെ സാധിക്കും. ആ കഴിവ് ഇവർക്ക് കുറച്ചുകൂടി ഒന്ന് ഷാർപ്പായി കിട്ടാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവെയായിട്ട് വൃശ്ചിക രാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉള്ളത്. ധനുക്കൂറ്, മൂലം, പൂരടം, ഉത്രാടം, കാടം, രണ്ടേക്കാൾ നക്ഷത്രമുണ്ട്. ധനുക്കൂറ് എന്ന് പറയുന്നത് ഇവർക്ക് എന്തൊരു കാര്യത്തിലാണ് ഇവരുടെ സിറ്റുവേഷൻ ചെറുതായിട്ടൊന്ന് മാറുവാണ്. ഇവരുടെ കംഫർട്ട് സോണിൽ ഇവരൊന്ന് ലീവ് ചെയ്യേണ്ടായി വന്നേക്കാം. ഇവര് കുറച്ചുകൂടി ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടായി വന്നേക്കാം. ഇപ്പൊ ഉണ്ടായിരുന്ന തൊഴിലൊന്ന് മാറേണ്ടായി വന്നേക്കാം. ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്നൊരു മാറ്റം സംഭവിച്ചേക്കാം. കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടായിട്ട് വന്നേക്കാം. ജീവിതത്തിൽ പല രീതിയിലുള്ള അനുഭവങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തെ ഇതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ ഈ ഒരു മാറ്റമൊക്കെ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്കൊരു സ്ഥലമാറ്റം സംഭവിച്ചു, നിങ്ങൾക്കൊരു ദുഃഖം ഉണ്ടാവുക, അയ്യോ ഈ സമയത്തൊരു സ്ഥലമാറ്റം. ബട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിന് അത് ഗുണം ചെയ്യും. നിങ്ങൾ അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കും. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാറ്റം നിങ്ങളൊന്ന് അവിടെ നിന്ന് പറഞ്ഞു വിടുവോ, അല്ലെങ്കിൽ കമ്പനിക്ക് നഷ്ടമാണ് നിങ്ങളെ പിടിച്ചുവിടുവോ, അങ്ങനെയൊക്കെ സംഭവിക്കാം. ബട്ട് ഭാവിയിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കത് ബെനിഫിറ്റിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവും. നമ്മള് ചിന്തിക്കുന്ന കാലിച്ച് അല്ലെങ്കിൽ നമ്മൾ തന്നെ മാറാൻ നിൽക്കുവാണെങ്കിൽ ചിന്തിച്ച് മാത്രം മാറുക. ഓക്കെ, നമ്മളെ അവിടെ നിന്ന് വിട്ടു എന്നാലേ നമുക്ക് ചിലപ്പോൾ ഗുണം ചെയ്യും. പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടാണ് അവിടെ മാറുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്ര നല്ല രീതിയിൽ ചെയ്തെന്ന് വരില്ല. സോ അത് ചിന്തിക്കുക, അത് ചിന്തിച്ച് മാത്രം. കാരണം ഈ ഒരു സിറ്റുവേഷൻ ചലഞ്ചസ് ആണല്ലോ. സോ നിങ്ങൾ ചിലപ്പോൾ തീരുമാനിക്കാം ഞാൻ അവിടെ നിന്ന് മാറിയേക്കും, എപ്പോൾ പഠിച്ചോണ്ടിരിക്കാൻ നിർത്തിയിട്ട് വേറെ സബ്ജക്റ്റ് എടുത്തേക്കാം, നല്ലതായിരിക്കും. ആ ചിന്തയൊന്നും ഇപ്പൊ വേണ്ട. ഇനി അഥവാ ചിന്തിക്കുമ്പോൾ നന്നായി ചിന്തിച്ച് മറ്റുള്ളവരോടൊക്കെ എന്ന അഭിപ്രായം ചോദിച്ച ശേഷം മാത്രം എന്ത് ചെയ്യാം, അങ്ങനെ തീരുമാനം നിങ്ങളാ എടുക്കുന്ന തീരുമാനം കേട്ടോ. ഔട്ട് ഓഫ് നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളാണെങ്കിൽ ആ നടക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, ബെനിഫിറ്റ്സ് ആയിരിക്കും കേട്ടോ. നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ലഭിക്കും. നല്ല നല്ല അവസരങ്ങള് നമ്മുടെ മുമ്പിൽ വന്നേക്കാം. ഇത്ര നാളും നമുക്കുണ്ടായിരുന്നതിനേക്കാളും പലരും നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാം. നമ്മൾ ചെയ്യുന്നൊരു പ്രൊഫഷനിൽ നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ടാൽ നമുക്ക് അതിൽ കുറച്ചുകൂടി എക്സ്പേർട്ട് ആവാൻ സാധിക്കും. എക്സ്പേർട്ട് ആയി കഴിയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ആ ഒരു സാലറി ഹൈക്കൊക്കെ കിട്ടും. അതുപോലെ തന്നെ പ്രണയമായിട്ട് നടക്കുന്നവരാ, റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് വിവാഹത്തിലേക്ക് മാറ്റാൻ സാധിക്കും. വീട്ടുകാരുമായിട്ട് സംസാരിക്കുക, കൺവേ ചെയ്യാൻ ശ്രമിക്കുക. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം, വിവാഹത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. സോ അതിന് വേണ്ട രീതിയിൽ നോക്കുക. മെയ് 10-ാം തീയതി മുതലൊക്കെ ശ്രമിക്കാം. മെയ് 1-ാം തീയതി മുതൽ തന്നെ ശ്രമിക്കുന്നില്ല, മെയ് 10-ാം തീയതി ശേഷമാണ് ഇതിനൊക്കെ അനുകൂലമായ സമയം എന്ന് പറയുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ശ്രമിക്കുക, നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാം. വിവാഹയോഗം ഒക്കെ പറയാം, പക്ഷെ അത് മെയ് 10-ന് ശേഷം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട, അനാവശ്യമായി കടങ്ങളൊന്നും എടുത്തു വെക്കാൻ നിൽക്കണ്ടാണ്. ചിലപ്പോൾ 100 പേര് പറയും എന്നാ പിടിച്ച കുറച്ച് പൈസ, പിന്നെ എന്നാ എന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്.
നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ശരിക്കും ഇത്തരം കടയൊക്കെ? ഇപ്പൊ അത് ആവശ്യമാണോ നിങ്ങൾ ആ കടമെടുക്കേണ്ടത്? ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക കേട്ടോ. അനാവശ്യമായിട്ട് ഇപ്പൊ കടമെടുത്ത് വെക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ അത് ഹഫ്റ്റ് ചെയ്യാം. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തവരായെങ്കിൽ ശ്രദ്ധിക്കുക, ഈ ഒരു മാസം ക്രെഡിറ്റ് കാർഡ് യൂസ് ഒക്കെ അത് കുറച്ചില്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നം കിട്ടാൻ സാധ്യതയുണ്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ബട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, കറക്റ്റായിട്ട് റീപേയ്മെന്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ലോണൊക്കെ ഹ്യൂജ് ആയിട്ട് എടുക്കാതിരിക്കുക, പ്രത്യേകം ശ്രമിക്കുക. വിദ്യാർത്ഥികളൊക്കെ കഴിഞ്ഞ് നല്ല സമയമാണ്, പൊതുവെ വലിയ കുഴപ്പമില്ല. പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കും. ആഗ്രഹിച്ച സ്ഥലത്ത് പഠിക്കാൻ ചാൻസ് ഉണ്ട്. ഓർമ്മശക്തിയൊക്കെ വർദ്ധിക്കും. ആ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കണം കേട്ടോ. കുടുംബത്തിലാക്കിയാലും കുറച്ചുകൂടി സമയം കുടുംബത്തിന് വേണ്ടി ചെലവാക്കാൻ ശ്രമിക്കുക. നമുക്ക് വർക്ക് ചെയ്യണം. തൊഴിലാണ് നമുക്ക് അന്നം തരുന്നത്, നമ്മുടെ കുടുംബത്തെ പോറ്റുന്നത്. ബട്ട് കുടുംബത്തെയും കൂടി നോക്കിയാലല്ലേ കുടുംബത്തിന് സന്തോഷം കിട്ടുള്ളൂ. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുണ്ടാവും. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്, ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു വർക്ക് കൊടുക്കുന്ന തുല്യ പരിഗണന നമ്മുടെ കുടുംബത്തിനോട് കൊടുത്താലാണ് നമ്മുടെ കുടുംബം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. വീട്ടിലും വർക്ക്, ഓഫീസിലും വർക്ക് ആണെങ്കിൽ നിങ്ങൾ എപ്പം നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യും? കുറയില്ലേ? നിങ്ങൾക്കൊരു വർക്കുണ്ട്, ഓഫീസിൽ ഇരിക്കുക, തീർക്കുക. വീട്ടിലോട്ട് കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ ഓഫീസിൽ ഇരുന്ന് തീർക്കേണ്ട വർക്കല്ലേ ഉള്ളൂ. ചിലപ്പോൾ കൂടുതലുണ്ടാവാം. ബട്ട് ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതിനല്ലേ നിങ്ങൾക്ക് വരുമാനം കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ ആത്മാർത്ഥത വേണ്ട, വർക്ക് വേണ്ട, അതൊന്നല്ല ഞാൻ പറയുന്നത്. നാളെ തൊട്ട് ഓഫീസിൽ പോയിരിക്കുമ്പോൾ പക്കയായിട്ട് ഓഫീസ് വർക്ക് ചെയ്യാം. വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്ന വർക്കുകളാക്കിയാണെങ്കിൽ വീട്ടിൽ നിന്ന് ആ വർക്ക് ഒഴിവാക്കുക. എന്നിട്ട് ഒരു ടൈം ഉണ്ടല്ലോ, 9 to 5. എനിക്കും സാറിന് 9 to 5 വർക്ക് ചെയ്യാണ്ടല്ലേ. സോ അത് ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി എൻ്റെ ലൈഫ് നോക്കണ്ടേ, അതുകൊണ്ട് ചെയ്യാൻ പറ്റുക. തുറന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഹാർഷായിട്ട് പോയി പറയണം, ഇങ്ങനെയല്ല പറയുന്നത്. ചിലപ്പോൾ അത് നമ്മുടെ ജോബിനെ ബാധിക്കാം. ബട്ട് മാക്സിമം നമുക്ക് ഫാമിലിയൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ആ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് അനുകൂലമായ സമയം കിട്ടും. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസ കുറവൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തതൊക്കെ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും നിങ്ങൾ കൂടുതൽ ടൈം ഫാമിലിയൊപ്പം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ 8 മണിക്കൂർ നമ്മുടെ ജോബ് ആണെങ്കിൽ 8 മണിക്കൂർ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം. പോട്ടെ, 2 മണിക്കൂർ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റൂലേ? അപ്പൊ നമുക്ക് ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ബട്ട് നിങ്ങളുടെ ടൈം വെച്ച് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. മറ്റുള്ള രാശിയിൽ ഞാനിത് പറഞ്ഞിട്ടില്ല. ഈ രാശിക്കാരോട് ഇത് പറയേണ്ട ഒരു ടൈം ആണെന്ന് തോന്നുന്നു. സോ അതുകൊണ്ട് ഞാൻ പറയുന്നു കേട്ടോ. അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധ ആവശ്യമാണ്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് കഴിക്കുന്നെങ്കിൽ അവിടെ നിന്ന് കണ്ടിന്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ചില അസുഖത്തിലേക്കൊക്കെ വരയ്ക്കാം. സോ അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബേക്കറി ഫുഡ്സ് ഒക്കെ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു ടൈം, ഈ മാസത്തിൽ എന്ന് പറയുന്നത്. ആരോഗ്യമൊക്കെ നോക്കുക, ഈ പൊതുവെ നോക്കിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ബട്ട് ഞാൻ പറഞ്ഞ ഈ 2 കാര്യം, ഫുഡിന്റെ കാര്യം, ഭക്ഷണത്തിന്റെ കാര്യം, ബേക്കറി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. കെയർ ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പുറത്താണ്, വീട്ടിലല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, ഹോട്ടലിൽ ഭക്ഷണം മേടിച്ച് കഴിക്കാനേ പറ്റുള്ളൂ. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ കഴിക്കുക. ഹൈജീൻ ഉറപ്പുവരുത്തി തന്നെ കഴിക്കുക കേട്ടോ മാക്സിമം. ഇനി അതല്ല നിങ്ങൾ ഒരു വീട് എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾ അതിന് മാക്സിമം കുക്ക് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക, അതായിരിക്കും നല്ലത്. അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവെ ധനുരാശിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മെയ് മാസത്തിൽ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുക പോകുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. മകരക്കൂറ് അഥവാ മകരരാശി, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, ആരാടം എന്ന 2 നക്ഷത്രമാണ് മകരരാശിയിലെ മകരക്കൂറ് എന്ന് പറയുന്നത്. ഇവരുടെ ഈ മെയ് മാസ ഫലം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം മെയ് മാസത്തിലെ മകരരാശിക്കാർക്ക്
ഒരു അനുകൂലമായ സമയം തന്നെയാണ്. ഇവിടെ കുറെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു നിന്ന് ഇന്നൊരു മാറ്റമൊക്കെ സംഭവിക്കും കേട്ടോ. കുറെ ദുഃഖങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലേ ഒരു കാലാവധിയിൽ? പല സ്ഥലത്തും ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മളെ കളിയാക്കി വിടുകയോ ചെയ്തിട്ടുണ്ടാവും. പലതും പറഞ്ഞ് നമ്മളെ കളിയാക്കിയിട്ടുണ്ടാവാം. പല രീതിയിലുള്ള ദുഷ്പേര് കേട്ടിട്ടുണ്ടാവാം. ദുഃഖങ്ങൾ പല രാത്രികളും ഉറക്കമില്ലാതെ വന്നിട്ടുണ്ടാവാം. പലതും ചിന്തിച്ചും പലതും അറിഞ്ഞും നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റിച്ചിട്ടുണ്ടാവാം. പ്രതീക്ഷ ഒന്നും ചിലപ്പോൾ നടന്നെന്ന് വന്നിട്ടുണ്ടായിരുന്നില്ലായിരിക്കും. പല ദുഃഖ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം, സുഹൃത്ത് എന്ന് വിചാരിച്ച പലരും നമ്മൾ ചതിച്ചിട്ടുണ്ടാവാം. മിത്രങ്ങളായി പലരും നമ്മുടെ മുമ്പിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ബന്ധുക്കൾ പോലും ശത്രുക്കളായി മാറിയ നിമിഷമായിരുന്നു അല്ലെ കുറെ പേർ മകരരാശികളും. എന്നാൽ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഈ ഒരു മെയ് മാസം ഉണ്ടാവും കേട്ടോ. മെയ് മാസത്തിന്റെ ഫലമായിട്ട് പറയുകയാണെങ്കിൽ പൊതുവെ കുഴപ്പമില്ല, നമുക്ക് അനുകൂലമായ സമയമാണ്. നമുക്ക് സന്തോഷം, ഒരു ശ്വാസം ഒക്കെ ഒന്ന് നല്ല രീതിയിൽ വിട്ടു തുടങ്ങാം. പൊതുവേ നമ്മുടെ അന്തരീക്ഷമൊക്കെ ഒന്ന് പോസിറ്റീവായി നല്ലൊരു ഗുഡ് വൈബ്രേഷനിലേക്ക് എത്താനൊക്കെ സാധിക്കും. കുറച്ചൊന്ന് നിങ്ങളോട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് മാറ്റം എത്തിക്കാൻ പറ്റും കേട്ടോ. കാരണം പോസിറ്റീവ് ആകും. നിങ്ങളും കൂടി ഒന്ന് നല്ല രീതിയിൽ മൈൻഡ് കാമാക്കി ഇത്ര നാൾ നടന്നു ഓക്കെ പലതും നമ്മുടെ മനസ്സിൽ വെക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് നമുക്ക് കുതിക്കാൻ പറ്റുള്ളൂ. വേണ്ടത് വെച്ചിട്ട് വേണ്ടാത്തതിനെയൊക്കെ വിട്ട് കളയാണ് ഇനിയുള്ള ലൈഫ് ജീവിക്കാൻ ശ്രമിക്കുക. ഇത്ര നാളും എന്തോ ആയിക്കോട്ടെ, ഇനിയുള്ള ലൈഫ് നിങ്ങൾ ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും. ജീവിതത്തിലൊരു മാറ്റത്തിനൊക്കെ നല്ല സമയമാണ്. നല്ലൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവാം. വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിനൊക്കെ അനുകൂലമായ സമയമാണ്. വിവാഹ യോഗമൊക്കെ പറയാം. പങ്കാളികൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലേ? പല പ്രശ്നങ്ങളും കുടുംബത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ പയ്യെ കുറഞ്ഞു വരും കേട്ടോ. കുടുംബത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് കുടുംബത്തിലൊരു ഐക്യം, സമാധാനം ഒക്കെ കളിയാടുന്ന സമയമായിരിക്കും മെയ് മാസം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കോൺഫിഡൻസ് ഒക്കെ കിട്ടും. ഒരു ആത്മവിശ്വാസം കുറവൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ പഠിച്ചാൽ പറ്റുമോ, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചിന്ത, ആ ചിന്തയൊക്കെ മാറി കിട്ടും. നിങ്ങൾക്ക് തന്നെ ബോധ്യം എന്നെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ലാണേ, പറ്റും, ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ള ചിന്ത നിങ്ങളുടെ മൈൻഡിൽ കയറും. ബി കോൺഫിഡൻസ്. നിങ്ങളുടെ ടാലന്റ് വിശ്വസിക്കുക, നിങ്ങളുടെ സ്കില്ല് വിശ്വസിക്കുക, നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തെ വിശ്വസിക്കുക. ഓക്കെ, ഇത്രയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ ഒരു നല്ല സമയത്ത് നമുക്ക് നല്ലൊരു സപ്പോർട്ടൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. നമ്മൾ വീഴുമെന്ന് തോന്നുന്നിടത്ത് നമ്മളെ കൈപ്പിടിച്ച് ഉയർത്താൻ ഒരാൾ വരും. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാക്കാരെങ്കിലും തരും. അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും നിമിഷം അതെന്തുവാവാം അല്ലെ, നമ്മൾ വീരും അല്ലെങ്കിൽ നമ്മൾ തളർന്നു എന്ന് തോന്നുന്നിടത്ത് നമ്മൾ അവിടെ നിന്ന് ദേവദൂതനെ പോലെ ഒരാൾ നമ്മളെ രക്ഷിക്കാനുണ്ടായെങ്കിൽ. ഇന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്, അയ്യോ ഈ കഷ്ടപ്പാടിൽ നിന്ന് എനിക്കൊരു മോചനം ഇല്ലേ, പലതും ഞാൻ സഹിച്ചല്ലോ, എന്റെ കഷ്ടപ്പാട് ആരും കാണുന്നില്ലേ എന്നൊക്കെ ചിന്തിച്ചവരൊക്കെ ഒരു സമാധാനം. നമ്മളെ സഹായിക്കാൻ ആരൊക്കെയോ ഉണ്ട്, അവർ സഹായിക്കുമോ ഇല്ലയോ, അവര് നമ്മളോട് പറഞ്ഞു ഞാനുണ്ട് നിന്റെ കൂടെ, ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ എന്ന് പറഞ്ഞ ആ വാക്കുകൾ മാത്രം മതിയാവും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അല്ലേ. അങ്ങനത്തെ വാക്കുകളൊക്കെ കേൾക്കാൻ സാധിക്കും. നമ്മളും കൂടി നമ്മൾ ചെയ്യേണ്ട കർമ്മം കൃത്യമായി ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട ആചാരങ്ങൾ കൃത്യമായി അനുസരിക്കുക, നമ്മുടെ വിശ്വാസം എന്താണോ അതേ രീതിയിൽ പോവാ. ഞാൻ ഈശ്വരവിശ്വാസി അല്ലാത്തവരോട് അല്ലെങ്കിൽ ഈ അമ്പലത്തിൽ പോയി തന്നെ പ്രാർത്ഥിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, പ്രകൃതിയെ വിശ്വസിക്കുക, പ്രകൃതി വിശ്വസിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഇനി അതല്ല നിങ്ങളൊരു വിശ്വാസിയാണ്, ഏത് വിശ്വാസിയായാലും നമ്മൾ വിശ്വസിക്കുന്നത് എന്താണോ അത് തന്നെ വിശ്വസിക്കുക, അതിന് തന്നെ മുറുക്കി പിടിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ വിശ്വസിക്കുന്ന എന്തൊരു ശക്തി ആയിക്കോട്ടെ, ആ ശക്തി നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലൊക്കെ വിടും. നിങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും.
ഓക്കെ, ആ ഒരു വിഷമങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യും, മാറിക്കിട്ടും. ഇത്ര നാളും ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്നൊരു ചിന്ത ഉണ്ടായിരുന്നിടത്ത് എനിക്ക് ആരൊക്കെയോ ഉണ്ട്, എന്നെ സഹായിക്കാൻ ആരൊക്കെയോ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ, അല്ലെ എന്തൊരു ദുഃഖം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞ അവനുണ്ട്. വരുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡ് തിങ്ങാണേ. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ഒരാളായില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തും. ഓക്കെ, എന്നുവെച്ചാൽ നമുക്കൊരു പോസിറ്റീവായിട്ട് നമ്മുടെ ചിന്തയിലേക്ക് മാറാൻ സാധിക്കും. കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. കുടുംബ പ്രശ്നങ്ങളൊക്കെ പൊതുവെ കുറഞ്ഞു വരും. നമുക്ക് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. കുടുംബത്തെ ശരിക്കും നമ്മൾ ആ കുടുംബത്തിൽ ജീവിച്ചതാണ്, ബട്ട് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഇതിങ്ങനെയൊക്കെ ആയിരുന്നു, ഞാൻ മനസ്സിലാക്കിയതിന്റെ പ്രശ്നമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഓക്കെ, ആ ചിന്ത ഇപ്പോഴാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ആ ഒരു ബോധം തെളിഞ്ഞു കിട്ടും. ആ ഒരു ബോധ്യം നമുക്ക് മനസ്സിലാകും. അയ്യോ, ഞാൻ ചിന്തിച്ച മിസ്റ്റേക്ക് ആയിരുന്നല്ലോ, എന്റെ കയ്യിൽ വന്ന മിസ്റ്റേക്ക് ആയിരുന്നല്ലോ, അയ്യോ, അപ്പൊ പോയി സോറി പറയാ. ചിലതൊക്കെ അവരുടെ കയ്യിലായിരിക്കും, നമ്മുടെ പങ്കാളിയുടെ കയ്യിലായിരിക്കും മിസ്റ്റേക്ക്. പക്ഷെ എന്ത് ചെയ്യാ, നമ്മളങ്ങ് വിട്ടുകൊടുക്കുവാണ്. മനസ്സിലാക്കി, അയ്യോ ഞാൻ ചെയ്ത തെറ്റാട്ടോ, സോറി, ക്ഷമ ചോദിക്കുക. നിങ്ങളുടെ ലൈഫ് പാർട്ടല്ലേ, നിങ്ങളുടെ ജീവിതത്തിന്റെ പാതിയാണ് നിങ്ങളുടെ പങ്കാളി എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അവര് ചെയ്ത ചെറിയ തെറ്റുകളൊക്കെ ക്ഷമിച്ചു കൊടുക്കുക. എന്നോടത്ത് വലിയ വലിയ തെറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോ ക്ഷമിച്ചു കൊടുക്കണമെന്നല്ല പറയുന്നേ. ഓക്കെ, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വന്നു. ഉദാഹരണത്തിന് ചെറുതായി നിങ്ങളുടെ വെഡിങ് ഡേ മറന്നുപോയി, ക്ഷമിക്കണേ, മനുഷ്യല്ലേ, മറവിയൊക്കെ ഉണ്ടാവില്ലേ. നിങ്ങളുടെ ബർത്ത്ഡേ മറന്നു, ചിലപ്പോ അവരുടെ സുഹൃത്തിന്റെ ബർത്ത്ഡേ അവർ ഓർക്കുന്നുണ്ടാവാം, നിങ്ങളെ മറന്നുണ്ടാവാം. ബട്ട് അതൊക്കെ ഒരു പ്രശ്നമാക്കി വെച്ചോണ്ട് നിൽക്കാതെ അതൊക്കെ ഒന്ന് കുറയും. അതൊക്കെ ഓക്കെ, പോട്ടെ, എന്തെങ്കിലും ടെൻഷൻ കൊണ്ട് മറന്നു പോകാതായിരിക്കാം, ഇങ്ങനെ ചിന്തിക്കാവുള്ളൂ കേട്ടോ. ഒത്തിരി ടെൻഷൻ അടിച്ചോ, ഒത്തിരി പങ്കാളിയെ വിഷമിപ്പിക്കാനൊന്നും പോകണ്ട. നിങ്ങളുടെ ടൈം മാറി വരുവാണ്. ഓക്കെ, നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങളുടെ കൂടെ നിന്നവരാണ് നിങ്ങളുടെ പങ്കാളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്, അല്ലെ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആൾക്കാര്. നിങ്ങളുടെ കൂടെ നിന്നവരെ നിങ്ങൾ നോക്കിയാൽ മതി. ഫ്രണ്ട്സില്ല, നിങ്ങൾക്ക് ഒരു ആപത്ത് വന്നപ്പോ നിങ്ങളെ കൈവിട്ടു പോയ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർ നിങ്ങളുടെ യഥാർത്ഥ ഫ്രണ്ട്സ് അല്ല. സോ എന്ത് ചെയ്യാ, അവരെ നിങ്ങൾ നല്ല കാലത്ത് നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, നിങ്ങളുടെ ചീത്ത കാലത്ത് നിങ്ങളുടെ കൂടെ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളെ അന്വേഷിച്ച, അല്ലെങ്കിൽ നിങ്ങൾക്കും ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ട് സഹായം ചെയ്തവരെന്നല്ല ഉദ്ദേശിക്കണേ. സാമ്പത്തിക സഹായത്തിന് കൂടുതലാണ് നമ്മുടെ വാക്കല്ലേ. അപ്പൊ അങ്ങനെ സഹായിച്ചവരൊക്കെ ഉണ്ടാവാം, അവരൊക്കെ കൂടെ ചേർത്ത് പിടിച്ചു, അവരൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. അല്ലാത്തവർ നിങ്ങളുടെ സുഹൃത്തുക്കളാണ് ഞാൻ പറയുന്നത്. എന്റെ പോയിന്റ് ഓഫ് വ്യൂലല്ല. നമ്മുടെ നല്ല കാലത്ത് മാത്രമല്ല നമുക്ക് സുഹൃത്ത് വേണ്ട, നമ്മുടെ മോശകാലത്ത് നമുക്ക് സുഹൃത്തുക്കൾ ആവശ്യമുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കഷ്ടകാലത്തല്ലേ നമ്മുടെ ദുഃഖം നമുക്ക് പങ്കിടാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് അത്ര സന്തോഷം. ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് വീട്ടില് അമ്മയും അച്ഛനോട് പറയാൻ പറ്റില്ല. ഇപ്പൊ എല്ലാ കാര്യം ഇപ്പം കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ എല്ലാ കാര്യം നമ്മളെ പങ്കാളിയോട് പറയാൻ പറ്റുന്നതല്ല. ചിലതൊക്കെ നമുക്ക് ഫ്രണ്ട്സിനോട് തന്നെ ആശ്രയിക്കേണ്ടി വന്നേക്കാം. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് കൈത്താങ്ങ് തരാത്തൊരു ഫ്രണ്ട് നമ്മുടെ ഫ്രണ്ടാണോ, ചിന്തിച്ചു നോക്കാം. ഓക്കെ, പലരുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം പറയാൻ പറ്റുന്ന അനുഭവങ്ങളായെങ്കിൽ, പുറത്ത് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ആണെങ്കിൽ താരെ കമന്റ് ചെയ്യാൻ, മറ്റുള്ളവർ മനസ്സിലാക്കും. അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠം മനസ്സിലാക്കുക. അതൊക്കെ നിങ്ങളുടെ മറ്റു മകരരാശിക്കാർക്കും അനുകൂലമാണ്. മറ്റു രാശിക്കാരും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കും അത് ബോധ്യമായി മാറും. ആരോഗ്യ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് പൊതുവെ കുഴപ്പമില്ല, മെച്ചപ്പെട്ടു വരും. കടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ സാധിക്കും. പയ്യെ പയ്യെ കടങ്ങളൊക്കെ അടയ്ക്കാൻ ശ്രമിച്ചാൽ സാധിച്ചെടുക്കാൻ പറ്റും. വരുമാനം വർദ്ധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും. നമ്മുടെ കഥ തന്നെ, നമ്മുടെ ജീവിതത്തിന്റെ കഥ തന്നെ, നമ്മുടെ ജീവിതപാത തന്നെ മാറി നമുക്കൊരു അനുകൂലമായ സിറ്റുവേഷനിലേക്കൊക്കെ നമ്മൾ എത്തും. നമ്മൾ നമ്മുടെ ഭാവിയെ ചിന്തിച്ച് മുന്നോട്ട് പോവുക. മുമ്പോട്ട് വെച്ച കാലം മുമ്പോട്ട് വെക്കാതെ മുമ്പോട്ട് തന്നെ വെച്ച് കുതിച്ചു പായുന്ന എന്താ മുന്നോട്ട് തന്നെ പോണം. ആരൊക്കെ പുറകെ പിടിച്ചാലും നിൽക്കാതെ, തടഞ്ഞു നിൽക്കാതെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇച്ചിരി സ്ലോ ഡൗൺ ആയി. നമ്മൾ ഈ സ്ലോ ഡൗൺ ആയത് എന്ത് ചെയ്യണം, ഓടി കവർ ചെയ്ത് മുന്നെത്തിലെത്തണം. വേണ്ടേ? അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ സ്പീഡ് കൂട്ടേണ്ട വരാം. നിങ്ങൾ 200 പോകേണ്ട വരാം, 400 പോകേണ്ട വരാം, ചിലപ്പോൾ 1000 പോകേണ്ട വരാം. ഓടി നിങ്ങൾ കവർ ചെയ്ത് മുമ്പ് നിൽക്കുക. വണ്ടിയുടെ സ്പീഡ് അല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ സ്പീഡ് കേട്ടോ.
ഓട്ടോമാലി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. പൊതുവെ മകരരാശിയെ സംബന്ധിച്ചോളം അനുകൂലമായ സമയമാണ് മെയ് മാസം എന്ന് പറയുന്നത്. പല പ്രശ്നങ്ങളും കുറഞ്ഞ് നമുക്ക് അനുകൂലമായ സിറ്റുവേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ടൈമാണ്. പൊതുവെ കാര്യങ്ങളാണ് മകരരാശിയെ സംബന്ധിച്ചോളം. കാര്യം മറക്കണ്ട, നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതാൻ പറ്റുന്നവർക്ക് തലേന്ന് എഴുതിയിട്ട് മറ്റുള്ള രാശിക്കാർക്ക് മകരരാശിയിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. കാരണം അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ഏജ് ആയിരിക്കില്ല അവർക്ക്. സോ ഓരോ ഏജിനനുസരിച്ചായിരിക്കും ഓരോ ഇതും. അപ്പൊ ആ ഏജിൽ എത്തുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ ഒക്കെ അവർക്ക് ഏകദേശം മനസ്സിലാവൂലേ? അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഒരാളുടെ എക്സ്പീരിയൻസ് വായിക്കുന്നത് നമുക്ക് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ? അപ്പം നമുക്ക് എന്തും എക്സ്പീരിയൻസ് കിട്ടി മാത്രമേ മനസ്സിലാക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഇല്ലേ? അവിട്ടമര ചതയം പൂരിട്ടത് മുക്കാടങ്ങുന്ന 2 നക്ഷത്രമാണ് ഈ കുംഭരാശി, കുംഭകൂറെന്ന് പറയുന്നത്. പൊതുവെ പറഞ്ഞാൽ ഇവർക്ക് അത്ര അനുകൂലമാണോ? അനുകൂല ടൈം അല്ല കേട്ടോ. ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണെന്നൊക്കെ നമുക്ക് വരിക നോക്കാം. എക്സ്പെക്ടേഷൻ ഒക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കുന്ന ഉത്തമമായിരിക്കും. കാരണം അത് ടെൻഷൻ കുറച്ചിട്ട് സങ്കടം കുറയ്ക്കും. ഓക്കെ, അമിതമായ പ്രതീക്ഷകളൊന്നും വെച്ചുകൊണ്ടൊന്നും ചെയ്യാതെ ഇറങ്ങണ്ട. ഇപ്പൊ തൊഴിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം, ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. ബട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. കീപ്പ് ഓൺ ട്രൈ ആയിരിക്കണം. അയ്യോ ഇത് ചീത്ത സമയമാണ്, അയ്യോ എന്റെ എക്സ്പെക്ടേഷൻ ഒന്നും നടക്കില്ല, അപ്പൊ ഞാൻ അനങ്ങാതെ വീട്ടിൽ കയറി കുത്തിയിരിക്കാം. ട്രൈ ചെയ്യും. കിട്ടിയാ കിട്ടിട്ട് തന്നെ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാതെ കിട്ടാതെ വരുന്നത് മോശമാണ്. ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ലെങ്കിൽ ഓക്കെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ തൊഴില് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു തൊഴിൽ സ്ഥാപനത്തിലാണ്, പക്ഷെ നിങ്ങൾക്ക് അവിടുത്തെ സിറ്റുവേഷൻ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങളെ മേലധികാരി ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ പ്രഷർ കൂടുതലാണ്, നിങ്ങൾക്ക് തൊഴിൽ മാറണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസത്തിൽ നിൽക്കണ്ടാണ്. ഇപ്പൊ ഒരു നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റിയ ടൈം അല്ല. സോ നിങ്ങൾ സമാധാനത്തില് പേഷ്യൻ്റ് ആയിട്ട് സമാധാനമായി നിൽക്കുക. ഈ ഒരു മാസം കൂടെ എങ്ങനെയൊക്കെ പോട്ടെ. ഈ മാസം കഴിഞ്ഞ പ്രശ്നങ്ങൾ കുറഞ്ഞെന്ന് ചോദിച്ചാൽ അത്ര വലിയ കുറവൊന്നും ഉണ്ടാവില്ല. എങ്കിലും ഈ മാസം പോട്ടെ. നമ്മളിപ്പം പ്രസന്റ് ചിന്തിക്കണേ മെയ് മാസം കാര്യം ചിന്തിക്കാം. ഇപ്പൊ ഇങ്ങനെ പോട്ടെ. അതുപോലെ തന്നെ പ്രണയികളായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വിവാഹമൊക്കെ കഴിക്കാൻ നിൽക്കുവാണ്. നമുക്ക് വിവാഹത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തുടങ്ങേണ്ട സമയമായി എന്ന് ചിന്തിച്ച് നിൽക്കുന്നവരൊക്കെ ഇപ്പൊ ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ഇപ്പൊ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുവാണെങ്കിലും ഇപ്പം വിവാഹത്തിന് അനുകൂല സമയമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതിന്റെ ഏജ് ആയി, അത്യാവശ്യം ഏജ് ഒക്കെ ആണ് ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കുക. നിങ്ങൾ 21 to 24 ഒക്കെ ഇടയിലാണെങ്കിൽ ഈ മാസം മാറ്റിട്ടെ. ഈ മാസം നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുന്നത്, എന്നാൽ വിവാഹത്തിലേക്ക് ചിന്തിക്കാതിരിക്കുന്നത് നല്ലത്. കാരണം നടന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം. ഇത് കഴിഞ്ഞ് നടത്തിയാലും ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. ബട്ട് നമ്മൾ എന്തിനാ റിസ്ക് എടുക്കണേ? അപ്പൊ ചോദിക്കാൻ അടുത്ത് ചോദിക്കും. ഞാൻ തന്നെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, റിസ്ക് എടുക്കാതെ എന്ത് ജീവിതം എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ മാറ്റങ്ങൾ വരില്ലേ? അപ്പൊ എല്ലാത്തിനും എല്ലാം നല്ലതാണോ? അല്ലല്ലോ. ചിലതിന് ഇപ്പം പനിക്ക് കൊടുക്കുന്ന മരുന്ന് ഹാർട്ട് അറ്റാക്കിന് കൊടുത്താൽ ശരിയാവോ? ഹാർട്ട് അറ്റാക്കിന് കൊടുക്കുന്ന മരുന്ന് നമ്മള് ജലദോഷം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അത്രേ ഉള്ളൂ. അത് എന്തിനു രീതിയിലായാലും കേട്ടോ. ഇപ്പൊ ഞാൻ അലോപ്പതിയുടെ കാര്യമല്ല എടുത്ത് പറഞ്ഞത്, എന്ത് കാര്യത്തിലായാലും ഏതൊരു ചികിത്സയിലായാലും ഓരോ അസുഖത്തിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് വേറെ അസുഖത്തിന് കൊടുത്താൽ ശരിയാവൂലല്ലോ അല്ലേ? ചിലപ്പോ ഏകദേശം കുറെ എന്താണ് സിംറ്റംസ് ഒക്കെ ഒരുപോലെ വന്നേക്കാം. ബട്ട് പൂർണ്ണമായിട്ട് സിംറ്റംസ് എല്ലാം സെയിം ആവൂലല്ലോ, ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ ചിന്തിക്കുക. അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധ ആവശ്യമാണ്. ചെറിയ തരത്തിൽ അസുഖം വന്നാൽ പോലും അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള ക്ഷീണം വന്നാൽ പോലും കൃത്യമായ ഒരു വൈദ്യ പരിശോധനയൊക്കെ നടത്തുന്നത് ഉത്തമമായിരിക്കും. റെസ്പാൻഡിനെ പോയി കാണുന്നത് ഉത്തമമായിരിക്കും. ഇന്ന മരുന്ന് സ്വീകരിക്കണം അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും പറയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചികിത്സ എന്താണോ അത് സ്വീകരിക്കാം. അതാണ് ഉത്തമം. കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം, തലപൊങ്ങിയേക്കാം, അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നേക്കാം, കുടുംബത്തിൽ കലഹം ഉണ്ടാവാം, ദേഹക്ഷീണം ഉണ്ടാവാം, ദേഹത്ത് തളർച്ച ഉണ്ടാവാം, അഗ്നിഭയമൊക്കെ പറയാം. സ്വകാര്യങ്ങൾ ശ്രദ്ധിക്കാം. ദമ്പതികൾ തമ്മിൽ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ഒരു ധാരണയില്ലായ്മ ഉണ്ടാവാം, പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാം. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊരു ചിന്ത അറിയില്ലാതെ വന്നേക്കാം. കുടുംബത്തിലെ ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് പോകും എന്നൊരു ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ മുതിർന്നവരുണ്ടാവുമല്ലോ,
അവരുടെ അഭിപ്രായം ചോദിച്ച് മാത്രം മുന്നോട്ട് പോവുക. പുതിയ ദമ്പതികളൊക്കെ മുതിർന്ന ആൾക്കാരോട് ഒരു അഭിപ്രായമൊക്കെ ചോദിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുറച്ച് ഉത്തമമായിരിക്കും ഈ ഒരു ടൈമിൽ എന്ന് പറയുന്നത്. കുടുംബത്തിൽ ചിലരെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് വലിയ രീതിയിൽ ഊതി പഠിപ്പിക്കാൻ നിൽക്കണ്ട. അനാവശ്യമായ കാര്യങ്ങൾ ചെന്ന് തലയിടാൻ നിൽക്കണ്ട. അന്യരുടെ കാര്യത്തിൽ ചെന്ന് തലയിടാൻ നിൽക്കണ്ട. അനാവശ്യമായിട്ട് കടങ്ങൾ വാങ്ങാൻ നിൽക്കണ്ട. അനാവശ്യമായിട്ട് അന്യരുടെ ഗ്യാരണ്ടി ആയിട്ടും പോയി ഒപ്പിടാണെന്ന് നിൽക്കണ്ട. സൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധ ജാഗ്രത ആവശ്യമാണ്. അനാവശ്യമായ കാര്യങ്ങൾ ഓർത്ത് ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യം വരില്ല. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ ഒന്ന് നോക്കിക്കണ്ടു നിൽക്കുക. ചതി പറ്റാനുള്ള യോഗമുണ്ട്, സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കഴിവിനെ വിശ്വസിച്ച് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുക. മറ്റൊരാളുടെ ടാലന്റ് വിശ്വസിച്ച് ഒന്നിനും ചെയ്യാൻ ചാടാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ ഓവർ കോൺഫിഡൻസ് ആപത്തെയും ഓവർ തിങ്കിങ് ആപത്തെയും, സോ അതൊക്കെ ഒന്ന് ചിന്തിക്കുക. ഇത്രയൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുംഭരാശിക്ക് വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നിരുന്നാലും വളരെയധികം ജാഗ്രത ആവശ്യമാണ്. ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്ന ഉത്തമമാണ്. മീനരാശി അഥവാ മീനക്കൂറും ഉരുട്ടാതിക്കാലം ഉത്തിട്ടാതി രേവതി അടങ്ങുന്ന രണ്ടാമത്തെ നക്ഷത്രമാണ് മീനരാശി അഥവാ മീനക്കൂറിലുള്ളത്. ഒത്തിരി എക്സ്പെക്ടേഷൻ ഒന്നും ഈ മാസം വെച്ചുകൊണ്ട് നിൽക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടാവാം, ബട്ട് ഓവർ എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദുഃഖത്തെ കൊണ്ടുവന്ന് വരും. സോ അതുകൊണ്ട് ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട. ഭയം ഉണ്ടാവാൻ ചാൻസ് കൂടിയ മാസമാണ്. ആശങ്ക വർദ്ധിക്കാം. വിവാഹത്തിന് അത്ര അനുകൂലമായ സമയമല്ല. തൊഴിൽ സംബന്ധമായിട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ തടസ്സങ്ങള്, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം ചെയ്യുന്ന നോക്കുമ്പോൾ തന്നെ അങ്ങ് നടന്നു കിട്ടുമെന്ന് വിചാരിക്കേണ്ട, സാധ്യത കുറവാണ്. പരിശ്രമിക്കുക. ട്രൈ. നമുക്ക് റിസൾട്ട് കിട്ടും. ഹാർഡ് വർക്ക് വേണം, എന്നാൽ മാത്രമേ റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഒന്ന് പരിശ്രമിച്ചു കിട്ടിയില്ല, വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടുമോ ഒരിക്കലും. ഒന്ന് പരിശ്രമിക്കുക, കിട്ടിയില്ല. 2 പരിശ്രമിക്കുക, കിട്ടിയില്ല. 3 പരിശ്രമിക്കുക, കിട്ടിയില്ല. 9 പരിശ്രമിക്കുക, കിട്ടിയില്ല. 10ാമത്താണ് ചിലപ്പോൾ കിട്ടും. പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കാൻ നിങ്ങൾക്ക് കിട്ടും. കിട്ടാതെ വരില്ല, പക്ഷെ കിട്ടാൻ കുറച്ച് പരിശ്രമം കൂടുതലാണ്. വിദ്യാർത്ഥികൾ ഇതേപോലെ തന്നെ ഒരു പക്ക ഫോക്കസ്ഡ് ആയിരിക്കുക. പഠിക്കുന്ന സമയത്ത് അത് മാത്രം ചിന്തിക്കുക. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വന്നേക്കാം. വിദ്യാർത്ഥികളാണെങ്കിൽ പോലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. പക്ഷെ അതിനൊക്കെ വലിയ ഫോക്കസ് കൊടുക്കാതെ നിങ്ങളുടെ പഠനത്തിൽ തന്നെ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അതായിരിക്കും ഉത്തമം എന്ന് പറയുക. ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും അത്ര ലഭിച്ചതെന്ന് വരില്ല. ഞാൻ പറഞ്ഞല്ലോ, എക്സ്പെക്ടേഷൻ ഒത്തിരി ഓവറായിട്ട് വേണ്ട എന്ന്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളാണെങ്കിൽ കൂടുതൽ നമ്മുടെ ടാലന്റ്, സ്കില്ലിനെയൊക്കെ കൂടുതലായിട്ട് ബിലീവ് ചെയ്യുക കേട്ടോ. നമ്മുടെ ടാലന്റ് എന്താണ്, നമ്മുടെ ടാലന്റും നമ്മുടെ സ്കില്ലൊക്കെ ഉണ്ടല്ലോ, അതിനെ കൂടുതലായിട്ട് ചെയ്യുക. നമ്മുടെ ഹാർഡ് വർക്കിന് വിശ്വസിക്കുക. അതൊക്കെ നമുക്ക് റിസൾട്ട് നൽകും. ആരോഗ്യ കാര്യങ്ങളൊക്കെ പൂർണ്ണമായ ശ്രദ്ധ ആവശ്യമാണ് മീനരാശി ജനിച്ചവരാ. ആരോഗ്യം വളരെയധികം ജാഗ്രതയോടെ ടേക്ക് കെയർ ചെയ്യേണ്ട. വീട്ടിൽ മുതിർന്ന ആളുകളുണ്ട്, അവരുടെയും ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. ആരോഗ്യ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ തോന്നിയാൽ അന്നേരം കൃത്യമായ വൈദ്യ പരിശോധന നടത്തേണ്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ലോണൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും കണ്ടെന്നല്ല, ബട്ട് ആവശ്യമില്ലാതെ ലോൺ എടുക്കണ്ട കേട്ടോ. എടുക്കണ്ട. അപ്പൊ ചോദിക്കും, നിങ്ങൾ ആരാണ് എന്നോട് ലോൺ എടുക്കണ്ട എന്ന് പറയുന്നത്? ഞാൻ നിങ്ങളുടെ ആരുമല്ല. ബട്ട് പറയുവാണെങ്കിൽ നിങ്ങൾ ഈ മീനരാശിക്കാര് മെയ് മാസത്തിൽ ലോൺ എടുക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. കാരണം ഈ അമിത ലോണ് നിങ്ങളുടെ ഭാവിയിൽ നല്ല രീതിയിൽ പ്രശ്നത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പോ കടമെടുത്ത് നിങ്ങളൊരു വാഹനം വാങ്ങിയില്ല നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു വാഹനമുണ്ട്, നിങ്ങൾ മാറ്റി വാങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. നിങ്ങൾക്കൊരു വാഹനം ഉണ്ടല്ലോ, പോടി മാറാൻ നിൽക്കണ്ടാണ്. എന്തിനാ പോയി ലോൺ എടുത്ത് വാങ്ങാൻ മാറണേ? നിങ്ങൾക്ക് അല്ലാതെ ഉണ്ടെങ്കിൽ ഓക്കെ. നിങ്ങൾക്കൊരു വീടുണ്ട്, നിങ്ങളൊന്ന് പുതുക്കി പണിയാൻ നിൽക്കുവാണ്, പുതുക്കി പണിയാൻ ഓക്കെ. പക്ഷെ പുതിയത് വാങ്ങാൻ ലോൺ എടുത്ത് പണിയും ഒത്തിരി വേണ്ട. കുറച്ചൊക്കെ ലോൺ എടുത്തോ കുഴപ്പമില്ല. പക്ഷെ ഒരു ഹ്യൂജ് എമൗണ്ടിലേക്ക് നിങ്ങൾ പോവല്ല, പ്രശ്നങ്ങളിലെത്തും. പിന്നെ ലോട്ടറി ഒക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളിൽ നിന്നും ചെറിയ നമുക്ക് അനുകൂലമില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്നോടത്തെ സഹോദരങ്ങൾ അയ്യോ നീ എനിക്ക് ദോഷം, ആ സംഭവമല്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ അവർ ചെയ്തെന്ന് വരാം. ഓക്കെ. അതുപോലെ ചെറിയ ഈഗോ ഉള്ളവരെ ഒന്ന് മാറ്റുന്നത് ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കി ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മളൊന്ന് ധൈര്യത്തോടെ തന്നെ ഫേസ് ചെയ്യാൻ ശ്രമിക്കുക. അനാവശ്യമായി ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും കേട്ടോ. അപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്കും റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മെയ് മാസത്തിൽ അതിന് മാത്രം സമയം കാണുള്ളൂ.
വേറെ ഒന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല. സോ അൺവാണ്ടഡ് തിങ്സ്, അൺവാണ്ടഡ് പ്രോബ്ലംസിനൊക്കെ ആ ഒരിക്കലും വിട്ടേക്ക്. നമ്മളത് ചിന്തിക്കാണ്ട് നിക്കണ്ടാണേ. നമ്മൾ അതിനെ നോക്കൊന്ന് കാണുമ്പോഴല്ലേ നമുക്കും ആ വിഷയാവുന്നേ. നമ്മൾ അതിലോട്ട് ഒത്തിരി കാര്യണ്ട, നമ്മളത് ടേക്ക് കെയർ ചെയ്തിരിക്കുക. അവൻ വരാതിരിക്കാനുള്ള മതില് നമ്മളിവിടെ കെട്ടുക. എന്നിട്ട് അവൻ വരാതെ പിന്നെ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമുണ്ടോ? അവൻ അവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ എന്താണ്, നിങ്ങൾ അവിടെ നിന്ന് ഓരോന്ന് പറയുന്നു, ഞാൻ ഇങ്ങോട്ട് നോക്കി, അല്ലെങ്കിൽ ഞാൻ വേറൊരാളുടെ കാര്യത്തിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്റെ വർക്കിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തേക്കുന്നു. സോ എന്ത് ചെയ്യുന്നു, എന്നും നിങ്ങൾ എന്ത് പറഞ്ഞു അഫക്ട് ചെയ്യുന്നില്ല. ഇതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക, മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, എന്തും ചെയ്തോട്ടെ, നെവർ ടേക്ക് കെയർ, ചിന്തിക്കുകയോ വേണ്ട. നിങ്ങൾ ചെയ്യാനുള്ള കർമ്മം നിങ്ങൾ ചെയ്യുക. അതിന് റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കർമ്മം എന്നുള്ളത് സത്യമാണ്. മുൻജന്മ കർമ്മം ഈ ജന്മത്തിൽ ബന്ധിച്ചിട്ടുണ്ട്. സോ മുൻജന്മ കർമ്മഫലം നമുക്ക് കിട്ടും. ഈ ജന്മം ചെയ്യുന്ന കർമ്മഫലം ഒന്നെങ്കിൽ ഈ ജന്മത്തിൽ കിട്ടും, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ കിട്ടും കേട്ടോ. സോ ഈ ജന്മത്തിൽ മറ്റുള്ളവർക്ക് ദോഷം വരാൻ ഒന്നും ചെയ്യാതിരിക്കുക, മറ്റുള്ളവരുടെ ദോഷത്തിന് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക, മറ്റുള്ളവരുടെ ദോഷത്തിൽ ചിന്തിക്കാതിരിക്കുക. കാരണം ഇപ്പൊ നമുക്ക് ദോഷ സമയമാണ്. സോ ഇപ്പൊ നമ്മൾ മറ്റുള്ള ദോഷം പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ചിന്തിക്കുന്ന ഇങ്ങനെ എന്ത് ചെയ്യും, റിഫേർട്ട് ചെയ്ത് തിരിച്ചിങ്ങനെ വരും. റിയാക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് ഒരു കല്ലെറിഞ്ഞു, റബ്ബർ തെറിച്ചു വരുന്ന പോലെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ആ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്താൽ നമുക്ക് നന്മ ലഭിക്കും. സോ അത് ചിന്തിക്കുക, ആ രീതിയിൽ മാത്രം മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഓവറോൾ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു മീനരാശിക്ക്. അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവെ ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനൊക്കെ സംശയങ്ങളുള്ള താരെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ ഫലങ്ങളൊക്കെ കേട്ടിട്ട് ടെൻഷൻ അടിച്ചും സന്തോഷിച്ചും ഒക്കെ നിൽക്കുന്നുണ്ടാവും നിങ്ങൾ ഓരോരുത്തരും അല്ലേ. അപ്പം ഇതൊക്കെ പറയാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കോമൺ പ്രഡിക്ഷൻ ആണ്, ഇത് മനസ്സിലാക്കുക. അത് മാത്രമല്ല, നല്ല ഫലക്കാര് ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ഫലവും കിട്ടൂല. നമ്മുടെ കർമ്മത്തിനാണ് നമുക്ക് ഫലം കിട്ടുന്നത് അല്ലെ. അപ്പൊ നല്ല സമയത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഒന്നും ചെയ്യാതിരുന്നാൽ നമുക്കൊരു റിസൾട്ടും കിട്ടില്ല, മനസ്സിലാക്കുക. ദോഷഫലമുള്ളവർ ചെയ്യേണ്ടത് അടങ്ങി ഒതുങ്ങി ഇങ്ങനെ വീട്ടിൽ കയറി അടങ്ങാതിരിക്കുക. ഇരുന്നായിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോണില്ല. നിങ്ങൾ പരിശ്രമിക്കുക, ഇപ്പൊ പരിശ്രമിക്കുക. ചിലപ്പോ നിങ്ങൾക്ക് ഇപ്പൊ റിസൾട്ട് കിട്ടിയെന്ന് വരില്ലെന്നേ. നിങ്ങൾക്ക് നല്ല സമയം വരുമ്പോൾ റിസൾട്ട് കിട്ടും. അല്ലെ നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും. അത് നിങ്ങൾ പരിശ്രമിക്കണ്ടേ. ഒരു ജോലി കിട്ടണം, ജോലി കിട്ടാൻ യോഗമുണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ വീട്ടിൽ കിടന്ന് എന്നാ മോനെ പിടിച്ചോ ജോലി, അല്ല എന്നാ മോളെ പിടിച്ചോ ജോലി എന്ന് പറഞ്ഞാൽ ആരും കൊണ്ടുവരില്ല. നമ്മളത് വർക്ക് ചെയ്യാൻ അതിനു വേണ്ടി അന്വേഷിക്കണം. അതൊക്കെ മോശ സമയമാണെങ്കിൽ നമുക്ക് നല്ല വർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നു, നമ്മൾ പറയാം ഇപ്പൊ മോശം സമയം, ഇപ്പൊ ഞാനില്ല, നാളെ നിൽക്കണ്ട, നിങ്ങൾ ചെയ്യുന്നേ. നമുക്ക് പറഞ്ഞ എപ്പോഴും പറയാറുണ്ട്, എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോജിക്കും കൂടി ചിന്തിക്കണം. ഓക്കെ, ലോജിക്കും കൂടി ചിന്തിച്ച് മാത്രം നമ്മുടെ ഒരു ഇങ്ങനെ നല്ലൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുക്കുമ്പോൾ ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ നടത്തിയ ശേഷം മാത്രം ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലായിട്ട് പോവാം. നമ്മുടെ വ്യക്തി കാരണം കോമൺ ഡിസിഷൻ അറിഞ്ഞിട്ട് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ തെറ്റാൻ ചാൻസ് കൂടുതലാണ്. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ കോമൺ ഡിസിഷന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇത് മതി. ബട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ നമ്മൾ പേഴ്സണൽ കൺസൾട്ടേഷൻ ചെയ്ത് മാത്രം മുന്നോട്ട് പോവാ കേട്ടോ. അത് എന്തൊരു വിഷയത്തിലായാലും നിങ്ങൾക്ക് വിശ്വാസം ന്യൂമറോളജി ആണോ, ഓക്കെ, ന്യൂമറോളജി കൺസൾട്ട് ചെയ്യുക, എന്നിട്ട് പോവാ. ഓക്കെ, ആ രീതിയിലൊക്കെ ചെയ്യുക. അപ്പം ഈ പറഞ്ഞേക്കണ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. പറഞ്ഞേക്കണ കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കണ്ടേ, ഇതിൽ നിന്ന് ലോജിക്കോട് ചിന്തിക്കാൻ. ഇത് പൊതുഫലമാണ് മനസ്സിലാക്കുക, കോമൺ പ്രഡിക്ഷൻ ആണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലും ഫലം മാറും അല്ലേ. നമ്മുടെ ജാതകം വെച്ച്, നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന പൊസിഷൻ വെച്ച് നമ്മുടെ ഫലം മാറ്റം വരും. പിന്നെ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് ലഭിക്കും. നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കണം. നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടണം. നമ്മുടെ ചക്ര എങ്ങനെയാണ്, നമ്മുടെ ഓറ എങ്ങനെയാണ്, ഓറ എനർജി ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടല്ലേ. സോ അതനുസരിച്ച് നമ്മുടെ ഓറയുടെ എനർജി ഒക്കെ ഓരോരുത്തർക്കും വ്യത്യാസമാണ്. സോ അതനുസരിച്ച് നമ്മുടെ ഫലവും മാറും എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് മാത്രമേ നമുക്കൊരു പ്രഡിക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനി ആസ്ട്രോളജി മാത്രമായിട്ട് നമുക്ക് നമ്മുടെ ജാതകം പരിശോധിക്കാൻ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ട് പ്രശ്നം അറിയാൻ പറ്റുള്ളൂ. ചാരഫലമാണ് അല്ലെ. ചാരഫലം എന്ന് പറയുന്നത് നമ്മളെ എന്താണ്,
നമ്മുടെ മനസ്സിലേക്കാണ് കൂടുതലായിട്ട് ബാധിക്കുക എന്ന് പറയാൻ. സോ നമ്മുടെ ആയിട്ടുള്ള കാര്യം നമുക്കൊരു പെഡിഷനൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അറിയണം കേട്ടോ. അപ്പം നമ്മുടെ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട അവർ അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാം, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക, അല്ലാതെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായി താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, വീട്ടിലുള്ള അംഗങ്ങളുടെ ഒക്കെ പേര്, നക്ഷത്രമൊക്കെ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയ് മാസത്തില് നടക്കുന്ന പൂജയില് നിങ്ങളുടെ കാര്യവും പ്രാർത്ഥിക്കുന്നതായിരിക്കും. സോ എന്ത് ചെയ്യുക, താഴെ പേര്, നക്ഷത്രം കമന്റ് ചെയ്യുക. പിന്നെ എന്ത് കാര്യമാണ് നടക്കുന്നതെന്ന് നടക്കേണ്ട കാര്യം കൂടി ചെയ്തുവാണെങ്കിൽ അതിന് ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള പ്രാർത്ഥനയായിരിക്കും കേട്ടോ. അപ്പൊ അതൊന്ന് ചിന്തിക്കുക, കമന്റ് ചെയ്യുക. അപ്പം കമന്റ് ചെയ്യുമ്പം പേര്, നക്ഷത്രം ഇങ്ങനെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം പൂർണ്ണമായിട്ട് മനസ്സിലായി വിചാരിക്കാൻ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ട് താഴെ കമന്റ് ചെയ്യാൻ, ഡൗട്ട് ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് 1, 2, 3, 4, 5, 6 എത്ര കമന്റ് വേണമെങ്കിലും ഇടാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.